പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ട് കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ പുറപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി തന്റെ വലിയ പ്രവൃത്തികളെ അയക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിലാണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ദൈവത്തിന്റെ അഭിഷേകമാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല, നിങ്ങളുടെ ഗുണങ്ങളല്ല. ദൈവത്തിന്റെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കുവാൻ ആരംഭിച്ചാൽ നിങ്ങൾ ആള് മാറിയവനെ പോലെയാകും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാന്ന് ചോദിച്ചാൽ അഭിഷേകമാണ്. അഭിഷേകം ഉണ്ടെങ്കിൽ, അഭിഷേകം നിങ്ങളുടെ മേൽ ജ്വലിക്കുവാൻ തുടങ്ങിയാൽ, പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ, ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കൽ അഭിഷേകത്തെ പറ്റി ഒന്ന് തൊട്ടു പോയിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെ അഭിഷേകത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയണം, കർത്താവിന്റെ അഭിഷേകത്തെ മാനിക്കണം, അഭിഷേകത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു കഴിവുണ്ട് അല്ലെ, നമുക്കൊരു കഴിവുണ്ട്, നമുക്കൊരു പ്രാപ്തിയുണ്ട്, നമുക്ക് വിദ്യാഭ്യാസ യോഗ്യതകൾ നിങ്ങൾക്ക് പറയുവാൻ ഒത്തിരി ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിലൊന്നും നമ്മൾ ആശ്രയിക്കരുത്. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മുടെ വളർച്ചയ്ക്കോ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ പഠിച്ചതോ അറിഞ്ഞതോ കേട്ടതോ ആയിട്ട് ഒന്നും ഒരു ബന്ധമില്ല. ദൈവം നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ കഴിവിനനുസരിച്ചാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ കഴിവിനനുസരിച്ചാണ് ദൈവം നിങ്ങളെ ഉയർത്തുന്നത്. നിങ്ങളുടെ കഴിവ് പരിശുദ്ധാത്മാവിന് വേണ്ട. പരിശുദ്ധാത്മാവിന് വേണ്ടത് ക്രിസ്തുവിനെ ആശ്രയിക്കുന്ന മനോഭാവമാണ്. നമുക്ക് തുടർമാനമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കാം. കർത്താവിന്റെ കൃപയാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും, ഏത് രീതിയിലാണോ, ഫിനാൻഷ്യലി ആണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും നാം സപ്പോർട്ട് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ ദുഃഖകരമായ വാർത്തകൾ കേട്ടുവരുന്നു. പക്ഷെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇനിയും അനർത്ഥങ്ങൾ വരാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ആശ്രയിക്കണം. അപ്പൊ ചിലർ ചിന്തിക്കും, ഈ പ്രാർത്ഥന കൊണ്ട് വല്ല ഗുണമുണ്ടോ? പ്രാർത്ഥന കൊണ്ട് ഗുണമുണ്ട്. ദേശത്തിന്റെ അനർത്ഥങ്ങളെ വിട്ട് ഒഴിയുവാനും അത് മനുഷ്യരിൽ വ്യാപരിക്കുവാനും ദൈവം നമുക്ക് അധികാരമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദേശത്തിലെ അനർത്ഥങ്ങളെ വിട്ടൊഴിയുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ദൈവം നമ്മളെ നടത്തുന്നു, ദൈവം നമ്മളെ ഉയർത്തുന്നു, ദൈവം നമ്മളെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് നമ്മൾ പുതിയ നിയമത്തെ പറ്റിയാണ് കേട്ടുകൊണ്ട് വരുന്നത്. എനിക്കൊന്ന് 2 ദിവസമായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്താണ് പുതിയ നിയമം, പുതിയ നിയമത്തിന്റെ പ്രത്യേകതകൾ, പുതിയ നിയമത്തിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് കേട്ടു. ഇന്നലെ നമ്മൾ പുതിയ നിയമത്തെ പറ്റി കേട്ട ഒരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമുണ്ട്. അതെന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഓർമ്മയിലുള്ളെങ്കിൽ. വാക്യം നമുക്കറിയാം, പക്ഷെ എന്താണ് ഇന്നലെ പറഞ്ഞ ഒരു കീവേഡ് ഞാൻ എപ്പോഴും പറയുന്നത്, അതേപോലെ ഒരു കീവേഡ് ഉണ്ട് അവിടെ. എന്താണ് അതിന്റെ അടിസ്ഥാനം? അതൊന്നും പറയാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന വചനം. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന വചനം അല്ല, വിശ്വാസമാർഗത്തിലൂടെ യേശുവിനെ. ആമേൻ. ദൈവരാജ്യം, അതായത് കർമ്മമാർഗമല്ല, വിശ്വാസമാർഗം. ദൈവരാജ്യം കർമ്മമാർഗമല്ല, ദൈവരാജ്യം യേശു എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ പുതിയ നിയമമാണ്. ആമേൻ. അപ്പൊ കർമ്മമാർഗമല്ല, വിശ്വാസമാർഗം. അതാണ് കീവേഡ് എന്ന് ഓർത്തത്. ഞാൻ ഇത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഈ വചനത്തിന്റെ പ്രാധാന്യം എന്ന് എപ്പോഴും പറയാൻ കാരണം, എന്റെ ലൈഫിനെ മാറ്റിമറിച്ച
ഒരു വാക്യമുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം, എനിക്കറിയത്തില്ല, അന്നത്തെ ദിവസം എന്റെ കണ്ണ് തുറന്നു എന്ന് പറയുന്നത് പോലെ ഒറ്റ വാക്യം ഒരു ബ്രദർ പ്രസംഗിച്ചപ്പോൾ, അതുവരെ എനിക്ക് വാക്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിലും ആ ഒറ്റ വചനം എന്റെ ലൈഫിനെ മൊത്തവും 2013 തിരിച്ചു മറിക്കുന്ന രീതിയിൽ, എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആകും, എന്റെ വിശ്വാസം തന്നെ ചേഞ്ച് ആകുന്ന രീതിയിൽ ഇടയാക്കിയ ഒരു പ്രസംഗമായിരുന്നു. ചെറിയ ആളുകൾ, എനിക്ക് വന്നൊരു 10 പേര് പോലും കഷ്ടി കാണാത്ത ഒരു പ്രസംഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗത്തിലാണ് എന്റെ ഹൃദയത്തിൽ അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വചനം ഇങ്ങനെ വെളിച്ചം തരുന്നു എന്നും നമ്മുടെ മനസ്സിന് ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു സമാധാനം വചനം തരുന്നു ഞാൻ അനുഭവിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പൊ കർത്താവിന്റെ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് വലിയ ധൈര്യം തരുന്നതാണ് കർത്താവിന്റെ വചനം. ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു, ലൈവിൽ കാണുന്നവരോട് ഞാൻ അവരോടാണ് പറയുന്നത്, യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് യൂട്യൂബില് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ നമ്മുടെ പ്രെയർ ഗ്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി മെസ്സേജുകളുടെ അകത്ത് വരുമ്പം അതിൽ തന്നെ കാണും എനിക്ക് പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നവരുണ്ട്. അവരൊന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ അവസാനം ഒന്നുകൂടെ പറയുന്നുണ്ട്, നമ്മുടെ കമന്റിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടെയാണ് പ്രാർത്ഥനയുടെ ലിങ്ക് വരുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിലേക്ക് ചേരുക. കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജിന്റെ റിപ്ലൈ കിട്ടുവാൻ ചിലപ്പം ഞാൻ നോക്കി വരുമ്പോൾ ലേറ്റ് ആയേക്കാം. അപ്പോഴേക്കും ചിലപ്പം അന്ന് അയക്കുന്ന ലിങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നേക്കാം. അതിലും നല്ലത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേഗത്തിൽ അത് കേൾക്കുവാനിടയായി. നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ ലിങ്ക് ഉള്ളവര് ഇതിലൊന്ന് ആഡ് ചെയ്ത് സെൻഡ് ചെയ്തേക്കാം നമ്മുടെ ഗ്രൂപ്പിലേക്ക്. പുതുതായിട്ട് ഇതിനകത്ത് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാം, വലിയ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ രോഗസൗഖ്യമായിക്കോട്ടെ, ദൈവ പ്രവൃത്തി ആയിക്കോട്ടെ, വിട്ടുകൊടുക്കരുത്. നമ്മള് മനുഷ്യന്റെ ഒരു സ്വഭാവവും ദൈവത്തിന്റെ ഒരു സ്വഭാവവും ഉണ്ട്. ദൈവം കോംപ്രമൈസ് ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിന്റെ പ്ലാൻ എപ്പോഴും പെർഫെക്റ്റ് പ്ലാൻ ആയിരിക്കും. ദൈവം അതിനോട് എന്ത് ചെയ്യാറില്ല, കൂട്ടി യോജിപ്പിക്കുകയോ അത് കട്ട് ചെയ്ത് കളയുകയോ ചെയ്യത്തില്ല. നിങ്ങൾ പുതിയ നിയമം പഠിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ ഇതിനെ പൊളിക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നിരിക്കുന്നത്. റോമലേഖനത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ മനുഷ്യർക്ക് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. അപ്പൊ ഒന്നും തകർക്കാനല്ല, അത് മുറിച്ചു മാറ്റാനല്ല, നിവർത്തിച്ചിട്ടാണ് കർത്താവ് അത് പുരിതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ ഞാനിത് പറഞ്ഞു പോവുകയാണ്. ഇന്നലെ നമ്മൾ നിർത്തിയോടത്ത് തന്നെ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു വന്നിരിക്കുന്ന ദൈവവചന ഭാഗമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം ഇട്ടിട്ടുണ്ട് അല്ലെ, സ്തോത്രം. അതേപോലെ തന്നെ ഈ വാക്യം ശ്രദ്ധിച്ചോണം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 23 വാക്യമാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്നാൽ, കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പുതിയ നിയമം മറക്കരുത്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട നിയമമാണ്. ഇതിനൊത്തിരി പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പുതിയ നിയമത്തിലേക്ക് വന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒത്തിരി, നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പഴയ നിയമത്തിലുള്ള അത്ഭുതങ്ങൾ പലതും, അത്രയും വലിയ അത്ഭുതങ്ങൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ എന്താ പറയുന്നത്, ചെങ്കടൽ രണ്ടാക്കിയതുപോലെ ഒരു അത്ഭുതം പുതിയ നിയമത്തിലേക്കില്ല. പഴയ നിയമത്തിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, പുതിയ നിയമത്തിലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ രോഗസൗഖ്യം നടന്നിട്ടുണ്ട്, പുതിയ നിയമത്തിൽ രോഗസൗഖ്യം നടന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ നടന്ന പല അത്ഭുതങ്ങളും, അസാധാരണമായ പ്രവൃത്തികൾ അത്രയും വലിയ ഡെപ്തിലേക്ക് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വലിയ അത്ഭുതങ്ങൾ പുതിയ നിയമത്തിലേക്ക് എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, പഴയ നിയമത്തിന്റെ അകത്ത് പകുതി അത്ഭുതങ്ങൾ പോലും പുതിയ നിയമ വിശ്വാസികൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ യേശു ഭൂമിയിലേക്ക് വന്നതാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കടല് രണ്ടാകുന്നതിനേക്കാൾ, ആകാശത്തു നിന്നും മഞ്ഞ കൊഴിക്കുന്നതിനേക്കാൾ, മരിച്ചവൻ ഉയർക്കുന്നതിനേക്കാൾ, ഇല്ലാത്ത ഒരു കാര്യം പുറത്തേക്ക് വരുന്നതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് മഹാത്ഭുതം. ഇനി അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഇനി ഇല്ല കേട്ടോ. ഇനി നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ ലോകത്തിൽ നടന്നാലും ഇതിനേക്കാൾ, അതായത് ഫിലിപ്പിയ ലേഖനത്തിൽ ആ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ
ദാസരൂപത്തിൽ മനുഷ്യ സദൃശ്യത്തിൽ ഭൂമിയിലേക്ക് യേശു വന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യന്റെ രൂപത്തിൽ യേശു വന്നു. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതമില്ല. നമ്മുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് കമ്പയർ ചെയ്ത് ചിലപ്പോൾ നോക്കിക്കാണവര്. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം ഇല്ലാത്തതുകൊണ്ട് അവർ എഴുതിയില്ല. അപ്പം ഒരിക്കലും പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തി യേശു വന്നതാണ്. ആമേൻ. ഇപ്പൊ കർത്താവ് വന്നിട്ട് പറയുകയാണ്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇനി പുതിയ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഇവിടെ 13-ാം വാക്യം മുതൽ ഞാൻ വായിക്കുവാണ്. 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വാക്യം മുതലാണ് തുടങ്ങുന്നത്. എബ്രായ ലേഖനം 2:13. ഞാൻ അവനിൽ ആശ്രയിക്കും, ഇന്ന് ഇതാ ഞാനും ദൈവം എനിക്ക് മക്കൾ എന്നും പറയും. ശ്രദ്ധിച്ചോണം, ദൈവം എനിക്ക് തന്നെ മക്കൾ എന്നും പറയും. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്ന പദവി അവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇല്ല. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ദൈവം പോലും അഡ്രസ്സ് ചെയ്യുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, എന്റെ ദാസനായ മോശ, എന്റെ ദാസനായ അബ്രഹാം, ഇങ്ങനെ പറയുന്നതല്ലാതെ ഒരു സ്ഥലത്ത് പോലും ദൈവം തന്റെ മക്കളെന്ന് ഒരു സ്ഥലത്ത് പോലും വിശേഷിപ്പിക്കുന്നില്ല. അങ്ങനെ വിശേഷിപ്പിച്ചാൽ പിശാചു പറയും, അതെങ്ങനെയാണ് പാപികളായ മനുഷ്യൻ നീതിമാനായ ദൈവത്തിന്റെ മക്കളാകുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ചേരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് കൊണ്ട്, അന്ന് മുതൽ മനുഷ്യന്റെ പ്രതീക്ഷ എന്നെങ്കിലും ഒരു ദിവസം മശിക വരുമെന്നും മശിക ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് നീതിവാനായ ദൈവത്തിന്റെ അതേ നീതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ദൈവം പറയുന്നത് പോലെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ എന്ന പദവിയിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൊണ്ടുപോകും. ആ മഹാ അത്ഭുതത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. സങ്കീർത്തനങ്ങളിലും പഴയ നിയമ പുസ്തകങ്ങളിലും ഒക്കെ എഴുതി വെച്ചു. ആ കൂട്ടത്തെ ഒരു വാക്യമാണ്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്നെ മക്കളെന്നും പറയും. ഇനി 14-ാം വാക്യത്തിലേക്ക് വരുവാണ്. ആ ഒരു പൊരുളിനെ അല്ലെങ്കിൽ നിഴലിനെ പൊരുളാക്കി കൊണ്ടുവരികയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും ദൈവം വിടുവിച്ചു. ശ്രദ്ധിച്ചോണം, മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോണം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, അതിന് തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പറയും ദൈവം തനിക്ക് മക്കളെന്നും പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ പലപ്പോഴും ഒക്കെ ഈ വചനം ഇന്ന് നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചുമ്മാ ജോലിക്കിടയ്ക്ക് ചിന്തിക്കരുത്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നിട്ട് കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിക്കണം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച, ലോകം മുഴുവനും ദൈവം ദൈവം എന്ന് പറയുന്ന സാക്ഷാൽ സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന സർവശക്തനെ നമ്മൾ വിളിക്കുന്നത് ദൈവമെന്നല്ല, അപ്പനെന്നാ വിളിക്കുന്നത്, പിതാവേ എന്നാ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഴയ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നിങ്ങൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം ഞാൻ ആ വാക്യം ഇന്ന് എടുത്തിട്ടില്ല, യേശുക്രിസ്തു സ്വർഗസ്ഥനായ പിതാവിനെ പിതാവേ എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ തല്ലുവാനും ഉപദ്രവിക്കുവാനും ഒരു മലയുടെ മുകളിൽ നോക്കി തള്ളിയിടുവാൻ വരെ യഹൂദൻ എന്ത് ചെയ്തു? തയ്യാറായിരുന്നു. അതിന്റെ കാരണം യേശു അത്ഭുതം ചെയ്തുകൊണ്ടോ ശബത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ട് മാത്രമല്ല, പകരം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. യേശുവിനെ കൊല്ലുവാനും ഒരു മലയുടെ മുകളിൽ നിന്നും ഉന്തി തള്ളിയിടാൻ വരെ അവര് ശ്രമിച്ചതിന്റെ പിന്നിലെ കാരണം അവർക്ക് പേടിയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ. അങ്ങനെ ഒരാൾ വിളിച്ചു കേട്ടപ്പോൾ അയാളെ കൊല്ലാൻ പോലും യഹൂദൻ തയ്യാറായി. ആ സമയത്താണ് നമ്മൾ അപ്പാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചത്? യേശു ഇറങ്ങി വന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. നമ്മൾ പിശാച് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തു കളഞ്ഞു. നിങ്ങൾ ഈ പല വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ പിശാച് ഒരു വലിയ ആളാകുന്ന ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേട്ടിരിക്കുന്നത്, നമുക്കൊരു യാത്ര ചെയ്ത്
ഫ്ലൈറ്റ് കയറി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഡൽഹിക്ക് പോകണമെങ്കിൽ, നമുക്ക് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഓട്ടോറിക്ഷയോ കാറോ ലോറിയോ ട്രെയിനോ ഒക്കെ വേണ്ടി വരും, അല്ലെ? പക്ഷെ നമ്മൾക്കറിയാം പിശാചിന് എവിടെ സഞ്ചരിക്കാം. ചിലരൊക്കെ പിശാചിനെ പറ്റി ഇങ്ങനെ വർണ്ണിച്ച് പ്രസംഗിക്കുന്ന കേൾക്കാം. അവൻ സർവ്വശക്തനാണ്, അവൻ അങ്ങനെയാണ്, ഈ സർവ്വശക്തനല്ല, ശ്രമിക്കണം, അവൻ ശക്തനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവോ? അവനേക്കാൾ ശക്തനാണ് ഒരു വിശ്വാസി. അവനേക്കാൾ ഉന്നത പദവിയിലായിരിക്കുന്നതാണ് വിശ്വാസി. അവനേക്കാൾ പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് സംഭവിക്കും. ഞാനൊരു ദേവദാസന്റെ ഒരു ഒരു ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ദേവദാസന്റെ ഒരു സാക്ഷ്യം കണ്ട സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യത്തിന്റെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. ഒരേ സമയത്ത് 2 രാജ്യത്തിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ ടെസ്റ്റുമണി തന്നെ വലിയൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ, അദ്ദേഹം 2 രാജ്യത്ത് ഒരേ സമയത്ത്, വെറുതെ കള്ളം പറയാൻ വേണ്ടി പറയുന്നല്ല, അതുപോലെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദേവദാസനാണ്. കർത്താവുമായിട്ട് എൻകൗണ്ടർ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം. കാലിഫോർണിയയിൽ നിൽക്കുമ്പോൾ തന്നെ അതേ ടൈമിൽ തന്നെ അദ്ദേഹം മറ്റൊരു രാജ്യത്ത് പോയി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഫുട്ടേജ് സെയിം ടൈമിൽ ഒരേ സമയത്ത് 2 രാജ്യത്തിൽ ഫ്ലൈറ്റോ ഷിപ്പിന്റെ ഒന്നിന്റെ സഹായമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യത്തിലേക്ക് സ്പിരിറ്റിൽ മൂവ് ചെയ്യാൻ പറ്റും. ചുമ്മാ ആത്മാവിൽ പോവല്ല, ശരീരത്തോടു കൂടെ അദ്ദേഹം പോയി. നമ്മൾ ഈ കാണുന്ന പോലെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ആത്മാവ് എടുത്തുകൊണ്ട് പോയ പരിപാടി മാത്രമല്ല, ജഡത്തിൽ അദ്ദേഹം പോയി. അദ്ദേഹത്തിൽ പോയതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ ടെസ്റ്റിമണി പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനത് വിശ്വസിക്കുന്നതിന്റെ കാരണം, ഞാനത് വിശ്വസിക്കുകയും കർത്താവിൽ ചെറിയ ചെറിയ എക്സ്പീരിയൻസുകൾ ഉണ്ടായതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ വിഷയങ്ങളൊക്കെ ചെറുതാണ്. ഈ ദിവസങ്ങളിൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നാം കയറി കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിച്ചും മടുക്കുന്ന പല വിഷയങ്ങളും ഉണ്ടല്ലോ, ഒറ്റ ആമേൻ പറഞ്ഞാൽ അവിടെ തീരുന്ന ഒരു അവസ്ഥയിലേക്ക് തമ്പുരാൻ നിങ്ങളെ മാറ്റും. ഇവിടെ പറയുകയാണ്, പുതിയ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെ പോലെ കൈയും കാലും രക്തവും മാംസവും ഉള്ള ഒരു മനുഷ്യനല്ലായിരുന്നു. പക്ഷെ മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കൈവിടത്തില്ല. എന്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു ധൈര്യമുള്ളവർ എന്റെ കൂടെ എന്ന് പറഞ്ഞ്, എന്റെ കർത്താവിന്റെ പ്രത്യേകത എന്നെ കൈവിടാൻ പറ്റത്തില്ലെന്ന് പറയാം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്റെ ദൈവം കൈവിടത്തില്ല. ആമേൻ. നിങ്ങൾക്ക് നമ്മുടെ ഇടയിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും അതിനുള്ള ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷ് ചിലപ്പോൾ കേട്ട് അറിയാത്ത കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമുക്കൊരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വരുന്നത് വരെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വചനം ഞാൻ പറയുന്നത് ഇപ്പം ഓരോ വാക്യം ഞാൻ പറയുന്നത് ചെയ്യുന്നത് നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ട് താഴെ. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അതൊരു ശുശ്രൂഷ തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യാം, അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. താഴെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ടൈപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്നും വലിയ കോൺഫിഡൻസ് ഒന്നും ആവശ്യമില്ല. ഇതൊരു ശുശ്രൂഷയാണ്. അതിലങ്ങനെ അങ്ങ് ചെയ്യുക. കർത്താവ് ബാക്കി എല്ലാം ചെയ്യും. അങ്ങനെ താല്പര്യമുള്ളവർ വെച്ചാൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. എനിക്കറിയാം ഒത്തിരി ആളുകൾ ഇതിൽ വാച്ച് ചെയ്യുന്നുണ്ട്, പല ഭാഷക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെയും കർത്താവ് ചെയ്യുമാറാകട്ടെ. ഈ ചെയ്യുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്. എല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, എന്നോട് നമ്മുടെ ജിഷ്മോദർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ചിന്തിച്ചത്, എല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കാതലായ ഭാഗങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ടൈപ്പ് ചെയ്താലും മതി. ഇപ്പൊ വചനം പറയുകയാണ്, തന്റെ മരണത്താൽ നീക്കി. ബൈബിൾ ശ്രദ്ധിച്ചോണം, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ നമ്മളെ വിടുവിച്ചു. നമുക്ക് ഏറ്റവും വലിയൊരു ഭയം എന്നാന്ന് വെച്ചാൽ മരണഭയം, അല്ലെ? നമ്മുടെ മരണഭയം. പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് നിങ്ങൾക്കൊക്കെ മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, മരിക്കൂ എന്നുള്ള പേടിയാണ് നമുക്കുള്ളത്. ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്യണം. നിങ്ങളോടും ഞാൻ പറയുകയാണ്, മരണഭയത്തെ നാം ഓവർകം ചെയ്യണം. ബൈബിളിൽ പൗലോസ്ലീഹ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല മരണം ലാഭമാണ്, അല്ലെ? നമ്മൾ പറയത്തില്ല വലിയ നികത്താൻ പറ്റാത്ത നഷ്ടമാണ്.
പക്ഷെ ബൈബിൾ പറയുന്നു മരണം എനിക്ക് ലാഭമാണെന്ന് ബൈബിൾ വ്യക്തമായി പുതിയ നിയമത്തിൽ പറയുന്നു. അതിന്റെ കാരണം അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതേ സ്റ്റേറ്റ്മെന്റ് അല്ല, അതേ വചനമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. കാര്യം വിട്ടുപിരിഞ്ഞ് ഞാൻ ആരോട് കൂടെയാണ് പോകുന്നത്? യേശുവിന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത് യേശുവിന്റെ കൂടെയാണ്. ഇനി ഇവിടെ നിന്ന് മരിച്ചാലും ഞാൻ യേശുവിന്റെ കൂടെയാണ്. എന്റെ കുടുംബത്തിലുള്ളവർ യേശുവിനെ വിശ്വസിച്ചാൽ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ 4 പേര് കുടുംബത്തിലുണ്ടെങ്കിൽ 4 പേര് മരിച്ചാലും 4 പേരും യേശുവിന്റെ കൂടെ പിന്നെയും കാണാൻ പറ്റും. പ്രത്യാശ. മരിച്ചവരെ വീണ്ടും കാണാൻ പറ്റും. പ്രേതമായിട്ടല്ല, കർത്താവിൽ നമുക്ക് അവരെ കാണാൻ പറ്റും. ബൈബിൾ വ്യക്തമായി പറയുന്നത്. ഇതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ നിയമത്തിൽ അങ്ങനെ ഇല്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം നേരെ പോകുന്നത് അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന പാതാള പറുദീസയിലേക്കാണ്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. മോചനമില്ല. എന്നാൽ ക്രിസ്തു യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് പാതാള പറുദീസയിലേക്കല്ല പോകുന്നത്, പകരം ക്രിസ്തു യേശുവിലേക്ക് അവൻ നിത്യതയിലേക്ക് മറയപ്പെടുന്നു. കർത്താവിൽ വീണ്ടും മരിച്ചവരെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി പ്രത്യേകതയുണ്ട്. ഞാൻ വരും ദിവസങ്ങളിൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്താവിന്റെ ഒരു പ്രത്യേകത, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പൊ കർത്താവിന്റെ മരണം കൊണ്ട് എനിക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇനി പിശാചിന് എന്നെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ പറഞ്ഞു പഠിക്കണം. നമ്മൾ പലപ്പോഴും കേട്ടു പഠിച്ചത് പിശാച് നിങ്ങളെ ബന്ധിച്ചിട്ട്, പലരും പറയുമ്പോൾ ഈ പ്രാർത്ഥനാ വിഷയം അയക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിലര് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വോയിസ് കൂടെ വയ്ക്കും, ബ്രദറെ സാത്താൻ ഞങ്ങളെ മൊത്തം ബന്ധിച്ച് കുടുക്കി തകർത്തിട്ടിരിക്കുക. നമ്മൾ തന്നെ പുള്ളിക്ക് എന്ത് ചെയ്യുക? വലിയ വലിയ എന്താ പറയുക, പട്ടങ്ങൾ അങ്ങ് കൊടുക്കുക, വലിയ പദവികൾ അങ്ങ് കൊടുക്കുക. നമ്മൾ പോലും അറിയാതെ പിശാച് സന്തോഷിക്കുക, ഞാൻ അറിഞ്ഞിട്ട് പോലും, എന്നാൽ ഇരിക്കട്ടെ ഒരു ബന്ധനം. അങ്ങനെ പറഞ്ഞ് പഠിക്കരുത്. മനസ്സിലാകണം, യേശു ക്രിസ്തു ബൈബിൾ വ്യക്തമായി പറഞ്ഞു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പിശാചിനെ യേശു നീക്കി. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു മരണഭീതിയിലായി അടിമകളായത് നമ്മൾ അടിമകൾ. ശ്രദ്ധിച്ചോ, നമ്മളിപ്പോ അടിമയല്ല, സ്വാതന്ത്ര്യം ലഭിച്ചവരാ, നിത്യജീവൻ ലഭിച്ചവരാ. അപ്പൊ ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന നമുക്ക്, ഇത്രയും പദവികൾ ലഭിച്ചിരിക്കുന്ന നമുക്ക്, നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞു നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നോർമൽ ജീവിതമല്ല. നിങ്ങളിപ്പോ രോഗസൗഖ്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ദൈവപ്രവൃത്തി, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് തയ്യാറായവര് ഒരു വീഡിയോ പോലെ, കാര്യം നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങൾ കുറെ മിസ്സാകുന്നുള്ളത് കൊണ്ടും സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഓണാക്കിയോ ചെറിയൊരു വീഡിയോ പോലെ, കർത്താവിൽ എനിക്ക് ഇങ്ങനെ രോഗം ഉണ്ടായിരുന്നു, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, ഒരു ചെറിയ വീഡിയോ നിങ്ങൾ അയച്ച് എനിക്ക് തരുവാണെങ്കിൽ വലിയ ഉപകാരമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാക്ഷ്യങ്ങൾ കുറച്ചും കൂടെ, ഒരു വോയിസിനേക്കാൾ നല്ലത് നിങ്ങൾ അങ്ങനെ, ഇനിയിപ്പോ ചില വീട്ടുകാർക്ക് ഭർത്താവ് അറിയാതെ മക്കൾ അറിയാതെ ഒക്കെ പ്രാർത്ഥനയ്ക്ക് എതിർപ്പുള്ളവരുണ്ട്. അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യുക? സാക്ഷ്യങ്ങൾ അയക്കണം. അങ്ങനെ അയക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറ്റുള്ള മുമ്പിൽ യേശുവിനെ ഉയർത്തുന്നവരാകണം. ആമേൻ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്, പര്യന്തം മരണഭീതിയിൽ അടിമയായിരുന്ന എന്നെ വിടുവിച്ചു. ശ്രദ്ധിച്ചോണം, വിടുവിച്ചു. ഇത് നടന്നത് ക്രൂശിലാണ്. ഇന്നേക്ക് 2000 വർഷം പുറകോട്ടാണ്. പക്ഷെ ഇന്നാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത്, ആ വിടുതലിനെ പറ്റി. പക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? പിശാച് ബ്രദറെ എന്നെ ബന്ധിച്ചിട്ട്, ബൈബിൾ പറയുന്ന ഇന്നേക്ക് 2000 വർഷം മുമ്പ് നിങ്ങളെ ഇന്ന് ബന്ധിക്കാൻ നോക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നും യേശു ഇന്നലെ നിങ്ങളെ വിടുവിച്ചു. കണ്ടോ? ഈ ബൈബിളിന്റെ ഒരു ടേം പോകുന്നത് കണ്ടോ? നമ്മൾ പറയും വിടുതൽ ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. വിടുതൽ ഉണ്ടാകട്ടെ എന്നല്ല പറയേണ്ടത്, വിടുവിച്ചു. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എന്റെ വിടുതൽ നടന്നു കഴിഞ്ഞെന്ന് പറ. എന്റെ വിടുതൽ നടന്നു കഴിഞ്ഞു. എന്റെ വിടുതൽ നടന്നു കഴിഞ്ഞു. ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ വിടുതലുകൾ നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കാം. നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആഘോഷിക്കാറുണ്ട്, അല്ലെ? അപ്പൊ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഇന്നാണോ സ്വാതന്ത്ര്യം ലഭിച്ചത്? നിങ്ങൾ എന്തിനാ അങ്ങനെ ആഘോഷിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നടന്നതിനെ നാം എന്ത് ചെയ്യുക? ഓരോ വർഷവും ആഘോഷിക്കുകയാണ്, അല്ലെ? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്നല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്നല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് ഇന്നലെ കിട്ടി. ഇന്നലെ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഞാൻ എന്ത് ചെയ്യാണ്? ആഘോഷിക്കുകയാണ്. ഇതേപോലെ തന്നെ യേശുവിൽ എനിക്ക് ലഭിച്ചതിനെ ഇന്ന് ഞാൻ ആഘോഷിക്കുകയാണ്.
അതുകൊണ്ട് പറയണം ക്രൂശിൽ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ക്രൂശിലേക്ക് നമ്മൾ ഓടുന്നതിന്റെ കാര്യം എന്തുവാ? ഇപ്പൊ രോഗത്തിന് വേണ്ടി എങ്ങനെ, ഒരു രോഗം മാറാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഒന്ന് പറ. രോഗം മാറാൻ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾ എങ്ങനെ അത്ഭുതം ഉണ്ടായത് കേൾക്കട്ടെ. യേശുവിന്റെ കർത്താവിന്റെ തിരുമുറിവ് എന്റെ തിരുമുറിവിനാൽ ആരോഗ്യം. എനിക്ക് സൗഖ്യം സ്തോത്രം. വന്നിരിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നതിനായി നന്ദി. സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയുമ്പോൾ നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ടാണ്? യേശുവിന്റെ തിരുമുറിവ്. ഞാൻ ചോദിച്ചോട്ടെ, യേശു മുറിവേറ്റത് എന്നാ? ഇന്ന് രാവിലെ അല്ല, ഈ നിമിഷമല്ല, നാളെയല്ല. യേശു മുറിവേറ്റിരിക്കുന്നത് ഇന്നേക്ക് 2000 വർഷം പുറകോട്ടാണ്. ആ മുറിവെടുത്തുകൊണ്ട് നമ്മൾ 2024 വരികയാണ്. ക്യാൻസറിന്റെ മേലേക്ക്, തളർന്നു കിടക്കുന്ന മേലേക്ക്, രോഗത്തിന്റെ മേലേക്ക്, എല്ലാ ബ്ലഡിലെ കൗണ്ടിന്റെ മേലേക്ക് നമ്മൾ ഇങ്ങോട്ടത് കൊണ്ടുവരികയാണ്. ഇപ്പൊ മനസ്സിലായോ? ക്രൂശിൽ നടന്നത് നേരെ നമ്മൾ 2024 കൊണ്ടുവരിക. അപ്പൊ ഒരു ചോദ്യം, ബ്രദറെ, അങ്ങനെയെങ്കിൽ 2024 ദൈവം എന്നെ വിടിവിച്ചിരിക്കുന്നത്? അല്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2024 ദൈവം എന്നെ വിടിവിക്കുന്നില്ല. പകരം എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വിടുതലിനെ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ ആ വിടുതലിനെ ഏറ്റെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഞാൻ അതിനെ ഏറ്റെടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഷർട്ട് ഞാൻ, അല്ലെങ്കിൽ ഒരു വസ്ത്രം ഞാൻ, ഒരു സാരിയോ ഡ്രസ്സോ എന്തോ ആയിക്കോട്ടെ, ഞാനത് മേടിച്ച് നിങ്ങൾക്ക് വേണ്ടി അലമാരിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാനത് മേടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് അയ്യോ എനിക്ക് വസ്ത്രമൊന്നും ഇല്ലല്ലോ, എനിക്ക് നല്ലൊരു വസ്ത്രം കിട്ടിയില്ലെങ്കിൽ നല്ലതായിരുന്നു, ഉടനെ അലമാരി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇരിക്കുന്നു പുതിയ വസ്ത്രം, ഉടനെ നിങ്ങൾ എടുത്തിട്ടു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളത് മേടിച്ചിട്ടില്ല. ആ സമയത്തല്ല അവിടെ വന്നിരിക്കുന്നത്, ഓൾറെഡി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുത്ത് ഞാൻ ഇടുകയാണ്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ എടുത്ത് ഉപയോഗിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ പറയരുതാത്ത ചില കാര്യങ്ങളാണ്. പിശാചിന്റെ കുരിപ്പ് എന്നൊന്നും പറഞ്ഞ് നടക്കരുത്. നമ്മൾ പറഞ്ഞു നടക്കരുത്. ഇനി യേശുവിനെ അറിയാത്ത ആൾക്കാരുടെ ജീവിതത്തിൽ പിശാചിന്റെ ബന്ധനങ്ങളുണ്ട്. അത് അഴിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷെ ഒരു വിശ്വാസി ഒരിക്കലും പറഞ്ഞു നടക്കരുത് ഞാൻ വലിയ ബന്ധനത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസി പറയരുത്. വിശ്വാസി പറഞ്ഞു നടക്കേണ്ടത് ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിലാണ് പറഞ്ഞു നടക്കുമ്പോൾ ക്രിസ്തുവിലുള്ള സകലതും എന്റെ ജീവിതത്തിലേക്ക് വരും. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, എന്നെ ഈ 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതാ ഞാൻ ദൈവം എനിക്ക് മക്കളെന്നും പറയും. ദൈവം പറയും എനിക്ക് മക്കളെന്നും പറയും. എപ്പോഴാ ഇത് പറയുന്നത്? പഴയ നിയമത്തിലെ ഒരു വചനം എടുത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ആ എബ്രായ ലേഖനത്തിൽ ആ സമയത്ത് എഴുതിയേക്കുന്ന വാക്യമല്ല. നേരത്തെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗത്തെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് പറയുകയാണ്. ദൈവം എന്ത് ചെയ്യും? എന്റെ മക്കളെന്ന് പറയുന്ന ഒരു സമയം വരും. പഴയ നിയമത്തിൽ ഓരോ ഭക്തന്മാരും എന്ത് ചെയ്തു? കാത്തിരുന്നോണ്ടിരുന്നു. ഇതായിരിക്കും മശിക, ഇതായിരിക്കും മശിക. കാരണം അവർക്ക് കാത്തിരിക്കാനേ കഴിഞ്ഞുള്ളൂ, കാണാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചു. നമുക്ക് യേശുവിനെ കാത്തിരിക്കേണ്ടി വന്നില്ല. യേശുവിനെ കാണുവാനും അനുഭവിക്കുവാനും രക്ഷാ പദ്ധതിയിലേക്ക് ദൈവകൃപയാൽ വരുവാനും നമുക്ക് കർത്താവിന്റെ കൃപയാൽ ഇടയായി തീർന്നു. ആമേൻ. പക്ഷെ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ആയി തീർന്നിട്ടും നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരിച്ചറിവിലേക്ക് വരുന്നില്ല. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ മക്കളെന്നും എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വരും. എന്തിനാ ചെയ്യേണ്ടത്? ഞാൻ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മളെ ഒക്കെയും വിടിവിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിൽ ഒരു വിടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയേണ്ടത്, കാൽവരി ക്രൂശിൽ ഇന്നത്തെ എന്റെ സകല വിഷയങ്ങളെയും യേശു ക്രിസ്തു എനിക്ക് വിടുതലിനെ തന്നിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് എന്നെ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കുറച്ചും കൂടെ നമുക്കൊരു ഒരു ഒരു സുഖമാണ്. പക്ഷെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ? പക്ഷെ ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇന്നത്തെ എന്റെ അത്ഭുതം ഇന്നലെ നടന്നു കഴിഞ്ഞു, ഇന്ന് ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ബൈബിളിന്റെ ഒരു ലാംഗ്വേജ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പല ലാംഗ്വേജിൽ ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഭാഷ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബൈബിൾ ഒരിക്കലും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിൾ എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു പ്രസന്റ് കണ്ടീഷനിലാണ്. ബൈബിളിന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഈ കാലഘട്ടവുമായിട്ട് വളരെ സാമ്യം തോന്നും വചനത്തിന്. വളരെ സാമ്യമൊന്നുമല്ല, വളരെ ബന്ധമുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല വിഷയത്തിന്റെയും ഇന്ന് നിങ്ങൾക്ക് ആ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മറുപടി ഇതിൻ്റെ അകത്തുണ്ട്.
പക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞത് ഇന്നലെയാണ്. എപ്പോഴാണ്? ക്രൂശിലാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഒന്ന് എന്നെ വിടുവിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത, ഇനി ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കരുത്. ബ്രദറെ, ഞാൻ ഇന്ന് വലിയൊരു വിഷയം വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്, എനിക്കൊരു വിടുതലിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇന്ന് വിളിച്ചു പറ, നാളെ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന സകല വിഷയത്തിന്റെയും അത്ഭുതത്തിന് വേണ്ടിയുള്ള വില ക്രൂശിൽ യേശു കൊടുത്തു. നാളെ നടക്കാൻ പോകുന്നത് കുരുക്കല്ല, നാളെ നടക്കാൻ പോകുന്നത് പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ അല്ല, നാളെ നടക്കാൻ പോകുന്നത് ക്രൂശിൽ നടന്ന വിടുതലിന്റെ റിസൾട്ടുകളാണ്. ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ പറഞ്ഞു നോക്കി. ഈ പണ്ടൊരു ബ്രദർ ഇങ്ങനെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ഈ നല്ലൊരു ഉദാഹരണമാണ്, ഞാൻ പ്രസംഗിച്ചതല്ല, ഞാൻ പറഞ്ഞതല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പലപ്പോഴും ഒക്കെ യൂട്യൂബിലൊക്കെ ആ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളിപ്പം ഈ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ മാച്ച് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതൊക്കെ ലൈവ് കാണുക അല്ലെ. ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു, അപ്പൊ ഫുട്ബോൾ മാച്ച് ആയിക്കോട്ടെ, ക്രിക്കറ്റ് മാച്ച് ആയിക്കോട്ടെ, അതിങ്ങനെ ലൈവ് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുത്തിയിരുന്ന് ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് കാണും അല്ലെ. ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, കാര്യം ആര് ജയിക്കും, ഏത് ടീം ജയിക്കും, നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ. ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എന്നാൽ ആ സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി, ജോലിയുടെ ടയർഡ്നെസ് കൊണ്ടോ നിങ്ങൾ ഉറങ്ങിപ്പോയിരിക്കട്ടെ. പക്ഷെ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതേ കളി എന്ത് ചെയ്യുന്ന, അതേ ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ പിറ്റേ ദിവസം അവർ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുക. പക്ഷെ ഓൾറെഡി നിങ്ങൾ രാവിലെ പത്രം നോക്കിയ സമയത്ത് ഇന്ന ടീം ജയിച്ചതായിട്ട് കണ്ടു. പക്ഷെ ഇനി നിങ്ങൾക്ക് ആ കളി കാണുമ്പം ഒരു ത്രില്ല് ഉണ്ടാകത്തില്ല, ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല, അയ്യോ ആര് ജയിക്കും എന്ന ഭാരം നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ആ ടിവിയുടെ മുമ്പിൽ കൊണ്ട് നിങ്ങളെ കൊണ്ടിരുത്തിയാൽ നിങ്ങൾക്ക് വലിയ ആവേശം കാണത്തില്ല. നിങ്ങൾക്ക് ആ ടിവിയുടെ മുമ്പിൽ കൊണ്ട് നിങ്ങളെ ഇരുത്തിയാൽ ഇന്നത്തെ പോലെ നിങ്ങൾ അയ്യോ പല്ലി കടിച്ച് പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ദൈവമേ എന്റെ ടീം ജയിക്കുമോ എന്നുള്ള ഭാരം നിങ്ങൾക്കില്ല. കാരണം എന്തുവാ? പത്രത്തെ കണ്ടു, ഇന്ന ടീം ജയിച്ചു. ഇനി നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന എന്തുവാണ്? ഈ ക്യൂരിയോസിറ്റി നമുക്കില്ല, നമുക്ക് ടെൻഷൻ ഇല്ല. നമുക്ക് ആ കളി കാണുമ്പോൾ നമുക്കറിയാം ജയം ഇന്ന ടീമിലാണ്. ഇത് തന്നെയാണ് ക്രൂശ്, ഇത് തന്നെയാണ്. എനിക്ക് ആ ഉദാഹരണം അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ക്രൂശ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകല വിഷയത്തിന്റെ മേലും ടെൻഷൻ ആകണ്ട. ഇതിന്റെ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ ക്രൂശിൽ യേശു അതിനുവേണ്ടിയുള്ള വില കൊടുത്തു. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ വേണം വിശ്വാസ ജീവിതം നടക്കാൻ. നമുക്ക് ക്യൂരിയോസിറ്റി വേണ്ട, നമുക്ക് ടെൻഷൻ വേണ്ട, നമുക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഭാരം വേണ്ട. ഒരു മാച്ച് കാണുന്നു, ലൈവ് മാച്ച് നമ്മൾ കാണുന്നില്ല. വിശ്വാസ ജീവിതം ലൈവ് മാച്ച് കാണുന്ന പോലെയല്ല. മനസ്സിലാകുന്നുണ്ട്? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രൂശ് കണ്ടുകൊണ്ട് നടക്കണം. ക്രൂശിൽ എന്താ സംഭവിച്ചത്, അതാ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. ക്രൂശിൽ കർത്താവ് മുറിവേറ്റോ, അന്ന് നിങ്ങളുടെ രോഗം മാറിയിരിക്കും. ക്രൂശിൽ യേശു തകർക്കപ്പെട്ടോ, നിങ്ങൾ തകർക്കപ്പെടത്തില്ല. ഈ ക്രൂശിൽ യേശു നിന്ദിക്കപ്പെട്ടോ, നിങ്ങൾ ലജ്ജിക്കപ്പെടത്തില്ല. ക്രൂശിൽ എന്താണോ സംഭവിച്ചത് അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ കാണാൻ പോകുന്നത്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ലൈവിലല്ല നിൽക്കുന്നത്, ഞാൻ കഴിഞ്ഞ കാര്യത്തിലാണ് നിൽക്കുന്നത് പറ. ഞാൻ ലൈവിലല്ല നിൽക്കുന്നത്, ഞാൻ ലൈവിലല്ല നിൽക്കുന്നത്, ഞാൻ കഴിഞ്ഞ കാര്യത്തില് അപ്പൊ നമുക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദറെ, അപ്പൊ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന്റെ അകത്തൊരു ഭാരമുണ്ടല്ലോ, അതല്ലേ നമുക്ക് ഏറ്റവും വലിയൊരു നമ്മളെ വേട്ടയാടുന്ന കാര്യം. നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ കടഭാരമായിക്കോട്ടെ, കുടുംബ വിഷയമായിക്കോട്ടെ, അത് ചില്ലറ കാര്യമല്ല. ആ ഒരു ഭാരം പലപ്പോഴും നമ്മളെ കൊണ്ട് പലതും പറയിപ്പിക്കും. ഇവിടെയാണ് പിശാചിന്റെ മറ്റൊരു തന്ത്രം. ഞാൻ അവനെ ഉയർത്തുവല്ല, അവന്റെ ശക്തിയെ പറ്റി വർണ്ണിക്കല്ല, അവന്റെ തന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മാച്ചിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനത്തെ ക്രിക്കറ്റ് കളിയോ ഫുട്ബോളോ ഒക്കെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം നിങ്ങൾ എന്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതിൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിലേക്കൊന്ന് കൊണ്ടുവരാം. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം പ്രസംഗം എല്ലാം കേട്ട് ഭയങ്കര ബലവും ശക്തിയൊക്കെ കേട്ട് കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു, ഒക്കെ വിരിവിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുവാണ്. പക്ഷെ നമ്മൾ നേരെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് മെസ്സേജ് എല്ലാം കേട്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ ലൈഫിലോട്ട് വരികയാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു ലൈഫ് പാറ്റേണിലേക്ക് നമ്മൾ കയറും. ഈ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ സാധാരണ ലൈഫിലേക്ക് നമ്മൾ കയറും. ഇവിടെ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ്. കർത്താവ് ക്രൂശിൽ വിടുവിച്ചു എന്നും ക്രൂശിൽ എനിക്ക് വേണ്ടി കർത്താവ് വില കൊടുത്തു എന്നും കേട്ടത് വലിയ കാര്യമാണ്.
പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആ വിഷയം അവിടെ തന്നെയുണ്ട്, അതിന്റെ പ്രോബ്ലംസ് അവിടെ തന്നെയുണ്ട്, അതിന്റെ വേദന അവിടെ തന്നെയുണ്ട്, അതിന്റെ ആ ഒരു പീക്ക് ലെവൽ അവിടെ തന്നെയുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആ സമയത്താണ് നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ കേട്ട വചനങ്ങളെ നടത്തി തരുന്ന ഒരാളുണ്ട്, പരിശുദ്ധ ആത്മാവ്. നിങ്ങളെ ഞാൻ പറയാം, എന്നെ കൊണ്ട് ഈ വചനം പ്രസംഗിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ പിടിച്ചിരുത്തുന്നതും നാളെ നിങ്ങൾക്ക് ശക്തി തരുന്നതുമായ ആളാണ് പരിശുദ്ധാത്മാവ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ റോൾ? യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനി ശ്രദ്ധിച്ചോണം, ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിപ്പിക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിക്കുകയല്ല, മനസ്സിലാക്കി തരാം. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എഫേസി ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും, റോമാ ലേഖനത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്. എഫേസി ലേഖനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ഈ ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധ ആത്മാവും പിശാചും തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു കാര്യം പറയുന്നില്ല. അതിന്റെ എന്തുകൊണ്ടാ അങ്ങനെ ഒരു വാക്ക് അവിടെ വരാത്തതിന്റെ കാരണം, പിശാചുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ആളാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധാത്മാവും പിശാചും തമ്മിൽ യുദ്ധം ഉണ്ടായി എഴുതി വെച്ചിട്ടില്ല. കാര്യം അവൻ ഈ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും പിശാചിന് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഇന്നാളൊരു ഉദാഹരണം പറഞ്ഞു, ഒരു കൊടുങ്കാറ്റ് അടിച്ചു വരുന്ന സമയത്ത്, ഒരു സുനാമി അടിച്ചു വരുന്ന സമയത്ത് ലോകത്തിൽ എത്ര ടെക്നോളജി ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അത് അടിച്ച് മൊത്തം കൊണ്ടുപോകും. ഇതേപോലെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഈ വചനത്തിൽ നടത്തുവാൻ ഇറങ്ങി വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാക്കണം. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ റോള്. ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു എന്നതിന്റെ തെളിവ് ഞാൻ ഇന്നാൾ പറഞ്ഞു, യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കും. ഇനി ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ കൊച്ചാക്കി കാണിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരിക്കലും വാ കൊണ്ട് പിശാചിനെ ഉയർത്തുന്ന ഒറ്റ വാക്ക് പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? വാ കൊണ്ട് പിശാചിന്റെ ഒരു വാക്ക് പോലും, എന്നാലും ഞാൻ വലിയ ബന്ധനത്തില്ല, പരിശുദ്ധാത്മാവിനെ വെച്ചുകൊണ്ട് വലിയ ബന്ധനത്തിലാണ് പറഞ്ഞു പഠിക്കരുത്. എന്നാലും ബ്രദറെ കാര്യമൊക്കെ ബ്രദർ പറഞ്ഞ് ശരിയാ, പക്ഷെ പിശാച് അറിയാൻ മേലാഞ്ഞിട്ടാ. അകത്തിരിപ്പുണ്ട് ഒരാള് എന്റെ കൂടെ എന്ന് പറഞ്ഞ്, എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ടെന്ന് പറ. എന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്റെ അകത്ത് എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ആമേൻ. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന തെളിവെന്ന് വെച്ചാൽ, യേശുവിനെ ഞാൻ കർത്താവ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ടെന്ന് എനിക്ക് പറയാൻ കാരണം. എപ്പോഴും നമ്മളൊന്ന് അന്വേഷിക്കണം, ഇപ്പോഴും യേശുവാണ് എന്റെ കർത്താവ് അതോ വേറെ വല്ലതും ആണോ അന്വേഷിക്കണം. യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വർത്താനമൊക്കെ പറയാൻ. പരിശുദ്ധാത്മാവിനെ അകത്തും വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്, അതും ഇതും പറയാൻ പോകരുത്. കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവി, ഞാൻ ബ്രദർ പറയുന്ന വചനമെല്ലാം കേട്ട് ബലപ്പെട്ട് നിൽക്കും, പക്ഷെ വീട്ടിലോട്ട് വന്ന് പ്രാർത്ഥന ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിലോട്ട് എന്തൊക്കെയോ ചിന്ത വരുവാണ്, ഭയങ്കര പേടി വരുവാണ്, മനപ്രയാസം വരുവാണ്, ഭയം വരുവാണ്, എനിക്കറിയത്തില്ല, ഒരു സ്വസ്ഥതയും ഇല്ല, ഞാൻ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല, വീണ്ടും വീണ്ടും വചനം കേട്ടിട്ട് ഒരു രക്ഷയില്ല. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവി, ഈ കേട്ട വചനത്തിൽ എന്നെ ഉറപ്പിച്ച് എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങൾ ആ ഒരു വാക്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ തുടങ്ങിയത് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ആ വാക്യം നോക്കിയോ, ഞാൻ അവനിൽ ആശ്രയിക്കും എന്നൊരു വാക്ക് കൊണ്ടിട്ടുണ്ടോ? ഞാൻ അവനിൽ ആശ്രയിക്കും. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? എബ്രായ ലേഖനം നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഞാൻ അവനിൽ ആശ്രയിക്കും എന്ന്, ഇതാ ഞാൻ ദൈവം എന്ന് എനിക്ക് തന്നെ മക്കൾ എന്നും പറയും. അപ്പം നിങ്ങൾ വചനം കേട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ധൈര്യശാലിയാണെന്ന് നടിക്കരുത്. നമുക്ക് ദൈവം ഉണ്ടെന്നേ നമ്മൾ വിശ്വസിക്കാവുള്ളൂ. നമ്മുടെ ധൈര്യം ദൈവമാണ്. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മാനസികമായിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു മുറിവാണ്, അതൊരു രോഗം പോലെ തന്നെ അതൊരു മുറിവാണ്. പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളറകളിൽ, എന്റെ വേദനകളിൽ എനിക്കൊരു സൗഖ്യം വേണം, എനിക്ക് മനപ്രയാസം. ചില ഇന്നത്തെ തന്നെ കേൾക്കുന്ന ആരൊക്കെയുണ്ട്, നടക്കുന്നുണ്ടെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിലും ഒരു സമാധാനവും ഇല്ല.
നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ഒന്ന് ഫ്രീ ആകാൻ പറ്റുന്നില്ല, ഒരു സ്വസ്ഥത എനിക്കുണ്ടാകുന്നില്ല, എനിക്കൊരു സ്വസ്ഥത എനിക്കുണ്ടാകുന്നില്ല. കാര്യം ഞാൻ ബലപ്പെടുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉള്ളം തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, ഉള്ളുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. എന്നാലോചിക്കും, എന്തൊരവസ്ഥയല്ലേ. എല്ലാം ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, ഈ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്ക് കഴിയാൻ പറ്റും. ഇതെന്റെ അർത്ഥം, നിങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കൈയെ മുറി വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാവുമോ അതേപോലെ മനസ്സ് മുറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, മനസ്സമാധാനത്തോടെ വചനം കേട്ടിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത്. പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്റെ മനസ്സിനെ അങ്ങ് യേശുവിന്റെ തിരുമുറിവിൽ സൗഖ്യമാക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ കേട്ട വചനങ്ങളെ നടത്തിപ്പാക്കി തരുവാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ അകത്ത് വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയൽ, വലിയവനാ വന്നിരിക്കുന്ന അകത്തോട്ട്, വലിയ ആളാ വന്നിരിക്കുന്നത്, നടത്തി തരുവാൻ ശക്തിയുള്ള ആള്. ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ ഒരു പ്രശ്നത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല, അറിയാവോ? പരിശുദ്ധാത്മാവ് അകത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. വചനം എന്റെ ബ്രദർ, എന്റെ ആകെക്കൂടി ബ്രദർ പറയുന്നത് 2 വചനം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ആ 2 വചനത്തെ നിങ്ങളുടെ ലൈഫിനെ തന്നെ ചരിത്രമാക്കാൻ കഴിയുന്ന ആളകത്തിരിപ്പുണ്ട്, പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ വചനം കേട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലോട്ടൊന്ന് കയറി വാ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു നാച്ചുറൽ ലൈഫിലേക്ക് നിങ്ങൾ പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവസം പുതിയ നിയമത്തിന്റെ ചിന്തയിൽ നിന്ന് നമുക്ക് വീണ്ടും മുന്നോട്ട് ചിന്തിക്കാം. കർത്താവിന്റെ കൃപയാൽ ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമുക്കിന്നും ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഈ തിരിച്ചറിവോടെ പ്രാർത്ഥിച്ചു, എന്റെ ഇന്നത്തെ ഒരത്ഭുതവും ഇന്നുണ്ടാവുമല്ല കേട്ടോ, ക്രൂശിൽ നാളെ. ഇനി അങ്ങനെ പറയാവുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വല്ലാതെ സ്ട്രഗിൾ ചെയ്താണ്. എനിക്ക് വല്ലാതെ ഒരു പല്ലുവേദന വന്നിട്ട് ഒരു രക്ഷയില്ല, സഹിക്കാൻ വയ്യാത്ത വേദന. ഞാനായിരിക്കുന്ന ഈ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലുവേദനയുടെ ട്രീറ്റ്മെന്റാണ്. ഭയങ്കര എക്സ്പെൻസാണ്. നാട്ടിലെ വെച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. നമുക്ക് ഈ നാട്ടിൽ കുറച്ചും കൂടി എളുപ്പമാണ്, നേരെ പോയി എന്ത് ചെയ്യാം, അതങ്ങ് എടുത്ത് വേണേൽ കളയാം. എനിക്കാണ് സഹിക്കാൻ പറ്റാത്ത വേദനയോടെ പോയി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, യേശു എന്റെ പല്ലുവേദന വഹിച്ചതാണ്. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അല്ലേ, പക്ഷെ അങ്ങനെയും പറയാം. നമുക്ക് ഏത് വേദന, നമുക്ക് ക്യാൻസർ വഹിച്ചെന്ന് പറയാൻ നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് യേശു എന്റെ പല്ലുവേദന ക്രൂശിൽ വഹിച്ചതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് വേദന, നല്ല വേദന, നിങ്ങൾക്കറിയാതെ അനുഭവിച്ചവർക്ക് അറിയാം. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ നോക്കുക, 2 ആഴ്ചയായിട്ട് ഞാൻ നോക്കിയിട്ട് ആ വേദന ഒരു അസഹ്യമായ വേദനയായിരുന്നു. ഒരു മരുന്നും കഴിക്കാതെ തന്നെ കർത്താവിന്റെ കൃപയാൽ എനിക്ക് പൂർണ്ണമായും ആ വേദനയിൽ നിന്നും മോചനമുണ്ടായി. അപ്പം ഇതൊക്കെ ഇത് സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞാൻ പറഞ്ഞ അറിവില്ലാത്ത പ്രാർത്ഥന. അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷെ നിങ്ങൾക്ക് അപ്പൊ വചനത്തിന്റെ അറിവ് കിട്ടിയിട്ടില്ല. വചനത്തിന്റെ അറിവ് കിട്ടുമ്പോൾ എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കണേ എന്നുള്ളതല്ല, എനിക്ക് വേണ്ടി മുറിവേറ്റു കഴിഞ്ഞു, നമുക്കൊരു ഉറപ്പ് കയറുന്നുണ്ടാകത്തുണ്ട്. ടെൻഷൻ ഫ്രീയാ. ഞാൻ പറഞ്ഞില്ലേ, നടന്ന അത്ഭുതത്തെ നമ്മൾ ലൈവിൽ കാണുമല്ല, പകരം നമ്മൾ നടന്ന കാര്യത്തെ ഇന്ന് പ്രഖ്യാപിച്ചത് ഏറ്റെടുക്കുക. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്നവര്, നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞാൻ ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ഏകദേശം 2012 മുതലാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഇന്ന് 2024 കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് കേട്ടതല്ല ഇപ്പൊ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ദൈവം എന്തിനാ കേൾപ്പിക്കണമെന്ന് അറിയാവോ? നിങ്ങൾ ഇപ്പൊ പറയും, ബ്രദറെ ഞാൻ യാദൃശ്ചികമായിട്ട് യൂട്യൂബിൽ നിന്ന് കറങ്ങി ഇതിനകത്തോട്ട് വന്നതാ, ആരോ എനിക്ക് ലിങ്ക് അയച്ചു തന്നു, ഞാൻ ഇതിനകത്തോട്ട് കയറി. എന്റെ പൊന്നു സഹോദര സഹോദരി, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കേൾപ്പിക്കുന്ന ദൈവം ഇത് കാണിക്കാൻ വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് ആദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് വലിയ വലിയ കാര്യം കേൾക്കുന്നത്, വലിയ പ്രശ്നത്തിന്റെ അകത്തോട്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അന്ന് വലിയ കാര്യം കേൾപ്പിച്ചപ്പം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അന്നത്തെ എന്റെ പല വിഷയങ്ങളും ഇപ്പൊ കാണാൻ പോലും ഇല്ല. അതൊക്കെ കർത്താവ് എടുത്ത് മാറ്റിക്കളഞ്ഞു. നമ്മളെ കർത്താവ് ഇതെല്ലാം കേൾപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ. സഹോദരി, ഞാൻ ഇതിന്റെ അകത്ത് നമ്മുടെ സൂമില് ആശ വിപിൻ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്, ലൈവിൽ കാണുന്നുണ്ട്, മീൻസ് നമ്മുടെ സൂം മീറ്റിംഗ് കാണുന്നുണ്ട്. ഞാൻ ആ പേരാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ആ വിപിൻ എന്നുള്ള പേരാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പേര് കണ്ടു ഇതിന്റെ അകത്ത്.
ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈ ദിവസങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ കുടുംബത്തിൽ നിന്നൊരു യാത്രയ്ക്കായിട്ട് ദൈവം ഒരുക്കുകയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 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 നെറ്റ് വിരിച്ചിട്ടിട്ട് ആ നെറ്റിന്റെ അകത്തേക്ക് ഒരു പക്ഷി വന്ന് കുടുങ്ങിയാൽ അതിന് പറക്കാൻ കഴിയാത്തതുപോലെ ആ ഒരു നെറ്റിൽ കുടുങ്ങി, അതിന്റെ കാലുകൾ നെറ്റിൽ കുടുങ്ങി ചിറകടിക്കുന്നുണ്ട്, പക്ഷെ പൊങ്ങിപ്പോകാൻ കഴിയാതെ വണ്ണം ആ കുടുംബത്തിന്റെ അകത്തെ അവസ്ഥ, നിങ്ങൾ ചിറകടിക്കുന്നുണ്ട് പക്ഷെ പൊങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ഞാൻ കാണുന്ന എന്നോട് ദൈവാത്മാവിന് പറഞ്ഞു, 3 വർഷമായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒന്നും രക്ഷപ്പെടാൻ, ആ വാക്ക് പിന്നോട് പറയുവാണ്, രക്ഷപ്പെടാൻ കഴിയാതെ ലൈഫിന്റെ അകത്ത് വലിയ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവ് വലിയൊരു ടേണിങ്ങിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിനെ ദൈവം ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പിതാവേ, ഞങ്ങളുടെ വലിയ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, കുടുംബത്തിൽ നിന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കുവാണ്. ദൈവാത്മാവ് അതിനുവേണ്ടി ഒരുക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആ വ്യക്തിയോട് ഞാൻ പറയുകയാണ്, ഇത് നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ അകത്തുനിന്നും യേശുവിന്റെ നാമത്തിൽ സകല ഭാരങ്ങളെയും നിങ്ങൾ പുറത്താക്കും. ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത സൗരി യേശുവിന്റെ നാമത്തിൽ എന്നെ കാണിക്കുന്നതിന് 3 വർഷമായിട്ട് എന്റെ പേര് ഞാൻ ആശാ ബിബിൻ. ഞാനിത് കണ്ടിട്ടാ സൗരി, ഞാനിത് കണ്ടിട്ടാ പറഞ്ഞത്. വെളിപ്പെട്ട് മീൻസ് എന്റെ ഉള്ളിൽ വിപിൻ വന്നപ്പോ ഞാൻ പെട്ടെന്ന് അത് കണ്ട, ആ പേര് വിപിൻ എന്നാ കണ്ടത്. ആ പേര് വിപിൻ ഇവിടെ ഉണ്ട്. എന്റെ കർത്താവിന്റെ ഹസ്ബൻഡിന്റെ കൃപ പേര് അത് ഞാൻ കണ്ടിട്ടു. ഞാൻ എന്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ നോക്കിയപ്പോ കറക്റ്റ് ആ പേര് ഇവിടെ ഉണ്ടായിരുന്നു, ആൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ കാര്യത്തിന് 3 വർഷമായിട്ട് പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉയരാൻ പറ്റാത്ത കുരുക്കൾക്കകത്ത് കിടക്കുക. കർത്താവ് അതിൽ നിന്നൊക്കെ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു രാത്രി സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി മുഖാന്തരം ദൈവത്തിന്റെ ഒരു ദൂതനെ പോലെ, അതൊരു മനുഷ്യനാണ്, അയാള് വിശ്വാസി ഒന്നുമല്ല, പക്ഷെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് ദൈവം അയക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി മുഖാന്തരം കർത്താവ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഒരു വാർത്ത കേൾപ്പിക്കും. ആ വ്യക്തിയെ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് വരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അനിൽ എന്നൊരു വ്യക്തിയെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തൊടും കേട്ടോ. അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ ഒരു വാക്കായിട്ട് കർത്താവ് മാറ്റും. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ഒരു പേരും കൂടെ നോട്ട് ചെയ്തോണം, ജോർജ് എന്നൊരു പേരും കൂടെ നോട്ട് ചെയ്തോണം. ഇങ്ങനെ 2 വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്തിട്ട് കർത്താവ് വലിയൊരു ബ്രേക്ക് ത്രൂവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇത് അവരല്ല തരുന്നത്, അവരിലൂടെ ദൈവം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര്, നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഈ ദിവസം കടഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ലോട്ടറി സ്വപ്നം കാണരുത് കേട്ടോ. ലോട്ടറി ഞാൻ ലോട്ടറിക്കാരനെ ക്ഷമിക്കണം, ഞാൻ ആരെയും കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒന്നുമല്ല. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ്, നമ്മുടെ ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കടഭാരത്തിലിരിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങളുടെ ലോകത്ത് ഏറ്റവും നമ്പർ 1 ആയിട്ട് ഞാൻ തീരും. നമ്മളെന്തിനാ കുറഞ്ഞു ചിന്തിക്കുന്നത്? നമ്മളെന്തിനാ ഏറ്റവും താഴേക്ക് പോകുന്നത്? ഏറ്റവും ഉന്നതനായി തീരും. കർത്താവിൽ ഞാൻ അനുഗ്രഹമായി തീരും. ബൈബിളിൽ പറയുന്നു, അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ദൈവമായി പറയുന്നത്. ദൈവം പറഞ്ഞാൽ അതിന്റെ അതിര് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞതിന് അതിര് വരയ്ക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുത്. ആ ബ്ലഡിലെ കൗണ്ടൊക്കെ പറ, ആ ഷുഗറിനോടും പ്രഷറിനോടൊക്കെ പറ, നീ നോർമൽ ആയേ പറ്റത്തുള്ളൂ. എനിക്കിനി ഫുഡും ഒക്കെ കൺട്രോൾ ചെയ്ത് അത് കഴിക്കാൻ മേലെ ഇത് കഴിക്കാൻ മേലെ എന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും അല്ല നമ്മുടെ പോലെ. എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് ആഹാരം ക്രമമില്ലാതെ കഴിക്കണം എന്നല്ല. ഒന്നും എല്ലാം സ്വോത്രത്തോടെ കഴിക്കാൻ കൃപ ലഭിച്ചവരാണ്. അതുകൊണ്ട് ഒരു രോഗവും നിമിത്തം ഒരു ആഹാരവും വെടിയേണ്ട ആവശ്യമില്ല. ചെക്ക് ചെയ്തോടെ പോയിട്ട് യേശുവിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ആയുഷ്കാലമൊക്കെ ഞാൻ രോഗിയായി കിടക്കത്തില്ല. അങ്ങനെ ഒരു ദിവ്യ ആരോഗ്യത്തിലോട്ട് നമ്മൾ കയറി വരണം. ഞാൻ പറഞ്ഞില്ല, വിശ്വാസത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്.
ആരെങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെ ആയിത്തീരും. ബൈബിളിൽ ദീർഘായുസിനെ പറ്റി പറയുന്നുണ്ട്, ഡിവൈൻ ഹെൽത്തിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തവണ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറയത്തില്ല ആരോഗ്യ ഇൻഷുറൻസ് എനിക്ക് വേണ്ടി ഉണ്ടെന്ന് പറയത്തില്ല ഗവൺമെന്റിന്റെ, അത് നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ. അതേപോലെ സ്വർഗത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് എന്താന്ന് വെച്ചാൽ ദിവ്യ ആരോഗ്യം ദീർഘായുസുവാ. ഇത് നിങ്ങളുടെ അവകാശമാണ്. ക്രൂശിലൂടെ നമ്മളിപ്പോ കേട്ടില്ല, യേശു ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാൻ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. കർത്താവായ യേശു എനിക്ക് വേണ്ടി വന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരിക. ഞാൻ ഈ അർച്ചന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. അർച്ചന എന്ന് പറഞ്ഞൊരു മോളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അർച്ചന എന്ന പേര്. അർച്ചനയ്ക്ക് വേണ്ടി എന്റെ ചേച്ചിയുടെ കർത്താവിന്റെ മോള ബ്രദറെ, അർച്ചന എന്നുള്ള എന്റെ അർച്ചനയെ ചേച്ചിയുടെ മോള ദൈവസ്പർശിക്കട്ടെ. അർച്ചന. അതെ, അർച്ചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേ. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ അർച്ചനയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഉള്ളിൽ പെട്ടെന്ന് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഈ അർച്ചനയോട് പറയുമ്പോൾ തന്നെ അർച്ചനയുടെ ഭവനത്തിലേക്ക് ദൈവാത്മാവ് പറഞ്ഞ ആശയെന്ന് പറയുന്ന ഒരു വ്യക്തി കയറി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. അർച്ചന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അർച്ചനയുടെ ഭവനത്തിലേക്ക് ഒരു ആശ കയറി വരുന്നതായിട്ട് ഞാൻ കാണുക. ദൈവം കണക്ട് ചെയ്ത് ഒരു ഓക്കെ. അനുഗ്രഹത്തിന്റെ സാക്ഷിയായിട്ടെന്ന് പറയണം. അവരോട് പറയണം, ആശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആമേൻ. അവര് അർച്ചനയുമായി വിശ്വാസത്തിൽ വന്നിട്ടില്ല ബ്രദറെ. അവരൊന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല. പറയുന്നത് അവർക്ക് അമ്പലത്തിലൊക്കെ പോകുന്നതാണ്. ഓക്കെ നമ്മള് സിസ്റ്റർ, ചർച്ചിലെ കാര്യം പറയുന്നത് സിസ്റ്റർ പോലും ഇവർക്ക് ഇഷ്ടമല്ല ബ്രദർ. അതിനോട് പറയും, ഇതൊരു അടയാള സിസ്റ്റർ. ഹലോ. അവരോട് പറയണം, ഈ അർച്ചനോട് വീട്ടിൽ ചെന്ന് പറയണം, അർച്ചനോട് പറയണം, ഈ ദിവസങ്ങളിൽ ആശയുമായിട്ട് ബന്ധപ്പെട്ട് അർച്ചനയുടെ ഭവനത്തിലേക്കും ആശ വരും. അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് അല്ലല്ലോ. ഒരു ആശ എന്ന് പറയുന്ന ഒരാള് ആ കുടുംബത്തിലേക്ക് വരുന്നുണ്ട്. ആശ മുഖാന്തരം അവരുടെ ജീവിതത്തിൽ അവരുടെ മുമ്പിൽ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലത് സംസാരിക്കും. ആശ ഇതോട് പറയണം, ആശ എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു സംരംഭത്തെ പറ്റി ആയിരിക്കാം. ആശയിലൂടെ നിങ്ങൾക്ക് ദൈവം ഒരു കണക്ഷന് തരാൻ പോവാണ്. ഇത് പറഞ്ഞോണം, ഇതൊരു ആലോചനയാണ്. ധൈര്യത്തോടെ പറഞ്ഞോണം. ഇത് നമുക്ക് ആർക്കും പ്ലാൻ പറയാം ചെയ്യാൻ ബ്രദർ. പറ്റുന്നതല്ല. പറഞ്ഞോണം അവരോട്. ആശ എന്ന് പറഞ്ഞ പേരൊന്ന് കുറിച്ച് വെച്ചോളാൻ പറയണം. ആശ എന്ന് പറഞ്ഞത് ആരുമാകാം, അവരുമായിട്ട് ബന്ധപ്പെട്ട, പക്ഷെ ആശ അവരുടെ ഭവനത്തിലേക്ക് വന്നിട്ട് ഒരു ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംരംഭമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുകൾ സംസാരിക്കും. അത് എന്തുവാകാം. ഞാൻ കാണുന്നത് ചിലപ്പം ആ വ്യക്തി വന്നിരിക്കുന്നത് ആ ഇരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഞാൻ കാണുന്നത് അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞാൻ പറയുന്നത്, ഈ ആശ എന്ന് പറയുന്ന ആള് പക്ഷെ കർത്താവിനോട് പറയുന്നു, ആ വ്യക്തി വന്ന് ആ കുടുംബത്തിൽ ഇരുന്ന് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞോണം. ആശ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറയണം, ആശ വന്ന് കുടുംബത്തിൽ സംസാരിക്കും. ആശയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വഴിയാണ് അങ്ങനെ ഒരു സംരംഭം എന്നൊക്കെ പോലെ ഞാൻ കേൾക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർ സംസാരിക്കും. ഇതൊരു അടയാളമാണ് അവർക്ക് വിശ്വാസവും. കാര്യം നമുക്കൊരിക്കലും ആശയെ പറഞ്ഞു വിടാൻ ആമേൻ. പറ്റത്തില്ല. അവർക്കൊരിക്കലും ആശ ഇന്ന ദിവസം വരുമെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് അവരുടെയും നമ്മുടെയും പ്ലാൻ ഉള്ളതല്ല, ദൈവത്താൽ വിടുന്ന ഒരു അടയാളമാണ്. അവരോട് പറഞ്ഞോണം, വിളിച്ചു പറഞ്ഞോണം, വോയിസ് ആണല്ലോ വെച്ചോണം. ഇങ്ങനെ ഞാനൊരു പ്രാർത്ഥന കേട്ടതാണ്, പറയാം ബ്രദറെ. വേണമെങ്കിൽ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് കണ്ടു കഴിയുമ്പോൾ അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചു ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബ്രദർ, എന്റെ കൂട്ടുകാരിയുടെ ഒരു മകളുടെ പേരും അർച്ചന എന്നാ. ഞാൻ ഇപ്പൊ ഈ ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞത് ഒരു ദൈവാത്മാവിനെ ഗൈഡ് ചെയ്തത്. ആ ആ നന്ദി കർത്താവ്, നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? എന്നോട് ഒരു പേരിന്റെ കർത്താവിനെ കാണുന്നത് ഒരു ബിബിൻ ദാനിയൽ. ബിബിൻ ദാനിയൽ എന്ന് പറഞ്ഞ ഒരു പേര് എൻ്റെ ഉള്ളിൽ കർത്താവ് തരുവാണ്. ബിബിൻ ദാനിയൽ, അങ്ങനെ ഒരു പേരാണ് ഞാൻ കാണുന്നത്. ബിബിൻ ദാനിയൽ എന്നൊരു പേര്. അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ ചെയ്യാൻ പോകുമെന്ന് കർത്താവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ ഭവനത്തിന്റെ അകത്ത് 2 വാഹനങ്ങൾ കിടക്കുന്ന ഒരു കാഴ്ച. ഒരു കാറുണ്ട്, ഒരു ബൈക്കും ചേർന്ന് കിടക്കുന്ന ഒരു 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 തിങ്ങി നിൽക്കുന്ന ഒരു ഭവനം. തിങ്ങി നിൽക്കുന്ന സ്പേസ് അത്രയില്ല. അങ്ങനെ ഒരു എൻട്രൻസ് ഞാൻ കാണുന്നത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സമാധാന അന്തരീക്ഷത്തെ തമ്പുരാൻ തുറക്കാൻ പോകുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എന്നെ കാണുന്ന ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെയുണ്ട് കേട്ടോ, തകർന്നു പോകത്തില്ല, ഉയർച്ച പ്രാപിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കർത്താവ്, അങ്ങ് തൊടുന്നതിന് നന്ദി, അങ്ങ് അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവെ, യേശുവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുത്തല്ലോ. നിങ്ങളുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു. നമ്മുടെ അതിരുകൾ, ഞാൻ പറയുന്നു,
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടറിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ സമയത്ത് പലപ്പോഴും എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ഒരു റിയൽ ആയിട്ട് ഒരു ദൈവ ഒരു ഒരു സ്പിരിച്വൽ വേൾഡിൽ എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ഞാൻ ഒരു പ്രത്യേക ഒരു സംഭവം കാണാനിടയായി തീർന്നു. എൻ്റെ മുറിയിലേക്ക് അത് പ്രത്യക്ഷപ്പെട്ട് വരുന്ന രീതിയിൽ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്ന സമയമല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ ഇരിക്കുന്ന ഹോളിലേക്ക് ആ ഒരു രൂപം വരുവാൻ ഇടയായി തീർന്നു. നെഗറ്റീവ് അല്ല കേട്ടോ, പോസിറ്റീവ് ആയിട്ടുള്ള രൂപമാണ്. ശരിക്കും ആ രൂപം കാണാനും അത് എൻ്റെ മേൽ സ്പർശിക്കുന്നതും ദൈവത്തിന്റെ വലിയൊരു ആലോചന പറയുന്നതുമായിട്ട് എനിക്ക് കേട്ടു. അതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുമ്പം നിങ്ങളുടെ മേലേക്കും ആ പകർച്ച ഉണ്ടാകും. കാരണം ഇന്നും നിങ്ങൾക്ക് ഈ അപ്പം വിളമ്പുവാൻ ദൈവം ആക്കി വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പകരപ്പെടുന്നതാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. സ്പിരിച്വൽ എക്സ്പീരിയൻസുകളെ നിങ്ങൾ ചിലതിനെ കാണാൻ വേണ്ടി പോവാം. ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകാൻ പോവാം. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു രൂപം കാണുന്നതും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഉണ്ടാകുന്നതും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വളരെ നല്ല മനോഹരമായ എന്താ പറയുന്നത്, ഞാനത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കർത്താവിന്റെ കൃപയാൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, ദൈവാത്മാവിന്ന് ഇടപെടുകയാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കുറുമണ്ണൂർ എന്ന് പറയുന്ന ഒരു കുറുമണ്ണൂർ പഞ്ചായത്തിന്റെ ഒരു അങ്ങനെ ഒരു പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബാഗിന്റെ അകത്ത്, ഇത് ബാഗിൽ നിന്ന് ഇപ്പൊ എടുത്തു മാറ്റി ബാഗിൽ ഇരുന്ന ഒരു പേപ്പറാണ്. കുറുമണ്ണൂർ എന്നുള്ള ഒരു പഞ്ചായത്താണ് അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനോ മറ്റോ അങ്ങനെ എഴുതിയേക്കുന്നത് പോലൊരു സംഭവം ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ ഒരു ഭവനത്തിൽ ഞാൻ കാണുന്നു. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾ അതിനുവേണ്ടി ഓടണ്ട, ദൈവം ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും. ഭാരപ്പെട്ട് നിങ്ങൾ വറീഡാകണ്ട, കർത്താവ് ഇന്ന് ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കുന്നുണ്ട് പറയും. നമ്മുടെ ഭാരങ്ങളെ ദൈവം അറിയുന്നു കേട്ടോ. ഇന്ന് ലൈവിൽ കാണുന്നവരോ സൂമിൽ കാണുന്നവരോ ആ ലെറ്ററും തപ്പിയെടുത്ത പേര് നോക്കി യേശുവിന്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ ഭാരപ്പെടുന്നത് ദൈവം ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും. നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവിന് അറിയാം. യേശുവേ, നന്ദി കർത്താവ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ പറഞ്ഞ സ്പിരിച്വൽ ഐസിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആഴമായി നിങ്ങൾ കേൾക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം സൗദി പറഞ്ഞതുപോലെ പലരുടെയും പേരുകൾ വെളിപ്പെട്ടു വരുന്നു, പല കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നു, ഹൃദയ രഹസ്യം വെളിപ്പെട്ടു വരുന്നു. നിങ്ങളുടെ മേലേക്ക് വലിയൊരു പകർച്ച ഉണ്ടാവുക. നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, ഞാൻ ഈ കടവാരം മാറാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി കൂടെ വന്ന ആൾക്കാരെ നിറച്ചു വിടുന്ന യേശുവിന് മുമ്പിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. വെറും കൈയോടെ കർത്താവ് വിടത്തില്ല കേട്ടോ. നിങ്ങളെ സ്പർശിച്ചിട്ടേ വിടും. ദൈവം തൊട്ടാൽ പിന്നെ നിങ്ങൾക്ക് സാധാരണ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് സാധാരണക്കാരനെ പോലെ നടക്കാൻ പറ്റത്തില്ല. ദൈവം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാധാരണ ലൈഫിന് പറ്റത്തില്ല. നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയിലേക്ക് നിങ്ങൾ പകർച്ച വന്നിരിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പറ, ഞാനിത് ചുമക്കേണ്ട ആവശ്യം. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൂനയായിട്ട് നമ്മൾ ജോലിക്ക് പോകില്ല. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൂനയായിട്ട് നമ്മൾ കടയിൽ പോകത്തില്ല, കല്യാണത്തിന് പോകത്തില്ല, നമ്മൾ ഒരു സ്ഥലത്തും പോകത്തില്ല. നമ്മൾ ആ വേസ്റ്റ് കൂന കൊണ്ടുവന്ന് വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടുവിടും. അതിന്റെ കാരണം എന്തുവാ? അത് വേസ്റ്റ് ആണ്. രോഗം വേസ്റ്റ് ആണ്. ഞാൻ ചുമക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ തന്നെ തീരുമാനിച്ചു, ഈ രോഗം വേസ്റ്റാ. എന്റെ ദൈവം എന്നെ കൊണ്ട് വേസ്റ്റ് ചുമപ്പിക്കുന്ന ആളല്ല. പിശാചിന്റെ ആഗ്രഹമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ഉടുപ്പ് മുഴുവൻ വേസ്റ്റും ചെളിയുമായിട്ടിരുന്നുകൊണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആ കല്യാണത്തിന് നിങ്ങൾ എത്ര ബന്ധുക്കാർ അവിടെ ഉള്ളെങ്കിലും നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ പോലും അവർ നിങ്ങളെ തല്ലി ഓടിക്കും. ഈ ചീഞ്ഞളിഞ്ഞൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് പറയും അല്ലേ. അവർ ചിലപ്പോൾ ഒരു 1000 രൂപ എടുത്തെന്നിട്ട് പറയും, പോയി നല്ലൊരു ഉടുപ്പ് മേടിക്കാൻ പറയും. കാരണം എന്തുവാ? ആർക്കും ഇഷ്ടമില്ല വേസ്റ്റ് ആയിട്ട്, ചെളിയായിട്ട്, മോശമായിട്ട് എങ്ങും പോകാൻ. അങ്ങനെയെങ്കിൽ യേശുവിന് ഒട്ടും ആഗ്രഹമില്ല നിങ്ങൾ ഈ രോഗം ചുമന്നു നടക്കാൻ. രോഗം ദൈവം തരുന്നതല്ല, രോഗം വേസ്റ്റ് ആണ് എന്ന് യേശുവിന്റെ നാമത്തിൽ പറയും. വേസ്റ്റ് ഞാൻ ചുമക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ വേസ്റ്റ് മുഴുവനും യേശു ക്രൂശിൽ തകർത്ത് കളഞ്ഞത്, കത്തിച്ചു കളഞ്ഞതാണ്. യേശുവെ ആരാധന. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അതിരുകൾ വിസ്താരമാകട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ സോമനല്ല, സോമു എന്നൊരു പേര് ഞാൻ കാണും. സോമു എന്നൊരു പേര് ഞാൻ കാണുവാണ്. സോമനല്ല, സോമു എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്.
അത് പേരാണോ ഇനി വിളിക്കുന്ന ഒരു ഇതാണോ എനിക്കറിയത്തില്ല. സോമു എന്ന് വിളിക്കുന്ന ഒരു പേര് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോമു, സോമനല്ല, സോമു എന്നാണ് കേൾക്കുന്നത്. ആ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഈ സോമു എന്ന് പറയുന്ന കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കാണുന്നുണ്ട്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുന്നു. ഏറ്റെടുത്തോണം, വേഗത്തിൽ ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ദിവസത്തിന്റെ അകത്ത്, 32 ദിവസത്തിന്റെ അകത്ത് പ്രത്യക്ഷമായ ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിരുകൾ വിസ്താരമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവർത്തികൾക്കായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്, പല വിഷയത്തിലിരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭാരപ്പെടരുത് കേട്ടോ. നിങ്ങളുടെ വിഷയത്തെ മൊത്തവും കർത്താവ് ക്രൂശിൽ വെച്ചത്. അത്ഭുതമേ നടക്കത്തുള്ളൂ, അത്ഭുതമേ നടക്കത്തുള്ളൂ. നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾക്കൊരു പിതാവുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു അപ്പനുണ്ട്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുവാൻ ഒരു സർവ്വശക്തൻ നമുക്കുണ്ട്. ആ ദൈവം ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ധൈര്യപ്പെട്ടോണം. നമ്മുടെ വിഷയങ്ങൾ മാറിയില്ല പിന്നെ ലോകത്തിൽ ഒരു വിഷയം മാറും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നില്ല പിന്നെ ലോകത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാര്യം നിങ്ങളാണ് മക്കൾ, നിങ്ങളാണ് അവകാശി. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല പിന്നെ കർത്താവ് ആർക്ക് വേണ്ടി പ്രവർത്തിക്കും? ഹല്ലേലൂയ. നന്ദി കർത്താവെ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ ദൈവം നടക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും ദൈവിക ആലോചന ഇടപെട്ടവരോ ദൈവിക സാക്ഷ്യങ്ങൾ ഉള്ളവരോ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്യത്തിൽ പറയണം. ഇന്ന് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥന നിർത്തും. സാക്ഷ്യങ്ങൾ അധികം ഉള്ളവര് നമുക്ക് നാളെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാം. അതുകൊണ്ട് ഉള്ളവർ ആരെങ്കിലും ഇപ്പൊ പറയാനുണ്ടെങ്കിൽ പ്രാർത്ഥന വിഷയം പറയരുത്. ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിന്റെ മേൽ ജയം വന്നു. നിങ്ങളിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ഒരുമിച്ച് അതിന്റെ മേൽ ജയം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ആലോചന ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറയാൻ വേണ്ടി പോകണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയണം. പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു. ബ്രദറെ, ബ്രദറെ, എന്റെ പേര് ശ്രുതി എന്നാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ വീട്ടിലത്തെ ആക്രി മീൻസ് വേസ്റ്റുള്ള സാധനങ്ങളൊക്കെ കുറെ ബാൻഡേജ് കെട്ടി ഒരു വണ്ടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ കഴുത്തില് മാല പൊട്ടിക്കിടക്കുന്നു. അപ്പൊ അതിലൊരു കുരിശിന്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. അപ്പം ഞങ്ങൾ വീട് മുഴുവൻ തെരഞ്ഞു, മുറ്റത്തും. അപ്പൊ ആക്രി കൊടുത്തു. ഇനിയിപ്പൊ കൊടുത്തതിന്റെ കൂടെ പോയോ ഒന്നും അറിയാം. ഒരു സെക്കൻഡിലേക്ക് മൊത്തം പാനിക് ആയിപ്പോ. എന്ത് ചെയ്യണം? അപ്പം എന്റെ മനസ്സിലേക്ക് വന്ന് നമ്മൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വന്ന് കർത്താവേ, നിന്റെ അധികാരത്തിൽ, മക്കളെന്ന അവകാശത്തിൽ, ആ അധികാരത്തിൽ ഞാൻ പറയുന്നു, എന്റെ കഴുത്തുനിന്ന് പോയ ലോക്കറ്റ് അത് എന്റെ കൺമുന്നിൽ തന്നെ എനിക്ക് കാണിച്ചു തരണം. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞ് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെന്ന് നോക്കിയ സ്ഥലത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ ലോക്കറ്റ് കിടപ്പുണ്ട്. ഞങ്ങൾ കുറെ ആക്രി പെറുക്കി കൊടുത്തു. അതിന്റെ കൂടെ പോയിരുന്നു, ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു. കാരണം മക്കളായ അവകാശം എനിക്കുണ്ട്. ആ അധികാരത്തിലാണ് ഞാൻ ചോദിച്ചത്. എന്റെ മുന്നിൽ ആ ലോക്കറ്റ് തന്നു. കണ്ടു. എനിക്ക് ആ ലോക്കറ്റ് തിരിച്ചു കിട്ടി. അപ്പൊ ഞാനത് സാക്ഷ്യമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ പോലും നമുക്ക് ഒരു നഷ്ടവും വരുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വചനം ബൈബിളിൽ പറഞ്ഞു, നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും, നമ്മൾ ഭാഗ്യവാനാ പറഞ്ഞു. ക്രിസ്തു പറഞ്ഞത് അവരൊത്തിരി കഷ്ടപ്പെട്ട് മേടിച്ചതാണ് സ്വർണം. അത് കർത്താവെ നഷ്ടപ്പെട്ടു പോകത്തില്ല. അതും ദൈവത്തിന്റെ, നമുക്ക് ദൈവം തന്നതാണതല്ല. നമ്മുടെ ദൈവം തന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവെ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലെയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും കർത്താവെ അത് കണ്ടെത്താൻ സഹായിക്കണം. ദൈവത്തിന് കഴിയും. ദൈവം നമ്മളെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഞാന് 6.25 മാസം പ്രഗ്നന്റ് ആണ്. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടുക. അത് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ ദീർഘശ്വാസം വിടുക. അതുപോലെ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ വളരെയേറെ ഭാരത്തോടെ ആയിരുന്നു. അപ്പൊ ഞാൻ കാണിക്കുന്ന ഗൈനക്കിനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് എക്കോയും ECG ഒക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇന്നത് ചെയ്യാനായിട്ട് പോയി. വളരെ ഭാരത്തോടെയാണ് കടന്നു പോയത്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോഴൊക്കെ ആ വചനപാമ്പുകളെ
സർപ്പങ്ങളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും എനിക്കൊരു ദോഷം വരുത്തില്ല എന്നൊക്കെ പലപ്പോഴായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിന്റെ പാപത്തെയും രോഗത്തെയും ക്രൂശിൽ വഹിച്ചത് കൊണ്ട് ഞാൻ നീതിമാൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്, ആരോഗ്യത്തിൽ സമ്പന്നയാണ്. അതൊക്കെ ഇങ്ങനെ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം വലിയ വിടുതൽ അയച്ചു. ECG പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല, അത് പ്രഗ്നൻസി പീരീഡിൽ ഹാർട്ട് ബീറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡെലിവറി വരെ ഒരു കുഴപ്പമില്ല. ഡെലിവറി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. എക്കോ ടെസ്റ്റും നടത്തി, അതിലും കുഴപ്പമില്ല, എല്ലാം നോർമൽ ആയിരിക്കുന്നു, ഫംഗ്ഷനൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു. ദൈവം വലിയ അത്ഭുതം ചെയ്ത് വിടുതൽ അയച്ചു. ഈ വചനത്തിന്റെ ശക്തി തിരിച്ചറിയാൻ ദൈവം സഹായിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള രീതിയൊക്കെ പറഞ്ഞതും ബ്രദറിന് നന്ദി പറയുന്നു. പിന്നെ മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കർത്താവിന്റെ വചനം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന തെളിവാണ്. ഒരു പ്രശ്നം വരുമ്പോൾ കരച്ചിൽ വരും, പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു വചനം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ ആ വിഷയത്തിൽ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ജസ്റ്റ് പറഞ്ഞത് തന്നെ ആ പ്രശ്നം വന്ന് ഹോസ്പിറ്റലിൽ പോയി, പക്ഷെ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വചനം വരാൻ തുടങ്ങി, അത് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ദൈവത്തിന്റെ ഇടപെടൽ. അതിന്റെ സാക്ഷ്യമായിട്ട് കേട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ഇടയായിത്തീരുന്നു. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ബ്രദറെ പറഞ്ഞു സ്തോത്രം. എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറെ. പറഞ്ഞു. കാരണം എനിക്ക് ഒരു 2-3 ആഴ്ച മുമ്പ് തുടങ്ങുന്നത് കണ്ട ഒരു ദർശനമാണ്. സ്തോത്രം. എന്റെ പാസ്പോർട്ട് 2021 എക്സ്പയർ ആയെന്ന് പറഞ്ഞ് ഞാൻ പാസ്പോർട്ട് ഒന്നും എടുത്ത് നോക്കുന്നൊന്നുമില്ലായിരുന്നു. ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിട്ട് അതങ്ങനെ ഒരു കവറിനകത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ കാണുകയാണ് 2021 സെപ്റ്റംബറിൽ നിന്റെ പാസ്പോർട്ട് എക്സ്പയർ ആകുന്നു. പക്ഷെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ നോക്കിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് പിന്നെ എന്നെ ഇങ്ങനെ കാണിച്ചു തരുവാണ്, നിന്റെ പാസ്പോർട്ട് 2021 സെപ്റ്റംബർ എക്സ്പയർ ആയിരുന്നു. അപ്പൊ നേരം വെളുത്ത ഉടനെ തന്നെ ഞാൻ പിന്നെ ഇതൊന്ന് നോക്കാന്ന് നോക്കിയപ്പോ കറക്റ്റ് 2021 സെപ്റ്റംബറിന്റെ പാസ്പോർട്ട് ഓൾറെഡി എക്സ്പയർ ആയി കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എങ്ങും പോകുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനും അത്രയും കെയർ ചെയ്യാതില്ല. അപ്പൊ ഞാൻ ഓർക്കും നമ്മുടെ ചെറിയ കാര്യങ്ങൾ വരെ കർത്താവ് എത്രയോ ശ്രദ്ധയോടാണ് നമ്മളെ ഓരോ കാര്യങ്ങളും അറിയിച്ചു തരുന്നതെന്ന്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പം ദൈവാത്മാവ് എന്നെ ഒരു സ്വപ്നം കാണിച്ചാൽ, ഞങ്ങളുടെ ചർച്ചിൽ തന്നെയുള്ള ഒരു സഹോദരി, ഹല്ലേലൂയ സ്തോത്രം, ആ സഹോദരി എന്നോട് വന്നിങ്ങനെ എന്തോ ഒരു ചെവിയിൽ വന്ന് എന്തോ ഒരു കാര്യം പറയുന്നത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ രാവിലെ വിളിച്ച് അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവമേ അത് എവിടെ നിന്നായിരിക്കും എന്നോട് പറയുന്നത്, ചർച്ചയിൽ വെച്ചാണോ അതിന് ഭവനത്തിൽ വരുമ്പോഴൊന്നും അറിയത്തില്ല കർത്താവ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നെ കാണിച്ചു തന്നു. തലയിൽ ഇങ്ങനെ സ്കാർഫൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പൊ അത് ചർച്ച വെച്ചാണെന്ന് എന്നോട് എനിക്ക് മനസ്സിലായി. അത് അതുപോലെ തന്നെ പിറ്റേ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ ചെന്നപ്പോ ആ സഹോദരി എന്നോട് ചെവി വന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞിങ്ങനെ. അപ്പൊ അത് തെളിവായിട്ടും അത് അതുപോലെ തന്നെ തെളിവായി ഞാൻ കാണുകയും ചെയ്യുകയാണ്. എന്റെ ദർശനത്തിൽ കാണുന്നതെല്ലാം അത് റിയലായിട്ട് എന്നെ കാണിക്കുകയും ചെയ്യുകയാണ് ദൈവാത്മാവ്. അത് ഞാൻ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുന്നു. കർത്താവിന്റെ ദാസനിലൂടെ എല്ലാം ഇത് കേൾക്കുവാനും അതെല്ലാം ഗ്രഹിക്കാനും എല്ലാം ഹൃദയദൃഷ്ടി എന്നെ വീണ്ടും വീണ്ടും പ്രകാശിപ്പിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ ബ്രദറിനെ. സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞത് തന്നെ ദൈവാത്മാവ് സിസ്റ്ററോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിസ്റ്റർ. അത് കൂടുതൽ സിസ്റ്റർ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് ഒരു പാസ്പോർട്ടിന്റെ കാര്യമാണ്, പക്ഷെ അത് എക്സ്പയർഡ് ആയി പോയെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ച് സിസ്റ്റർ അത് ഓർത്തില്ല. പക്ഷെ നോക്കിയപ്പോൾ അതേപോലെ തന്നെ അത് എക്സ്പയർഡ് ആയി കിടക്കുകയാണ്. അപ്പൊ കർത്താവ് എന്തോ ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു യാത്ര ഒരുക്കുന്നതിന്റെ തെളിവാണ് നമ്മളെ ദൈവം അത് ചെയ്യാൻ പറയുന്നത്. പല ദർശനങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളോട് കർത്താവ് മറ്റുള്ളവരെ രക്ഷിക്കുവാനും സഹായിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണത്. സിസ്റ്ററെ ശ്രദ്ധിച്ചോണം. സിസ്റ്ററുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആക്കിയുള്ള തെളിവാണിത്. കർത്താവുമായിട്ട് സ്പിരിറ്റിന് കണക്റ്റഡ് ആയ, അതായത് സിസ്റ്ററുടെ സ്പിരിറ്റും പരിശുദ്ധാത്മാവും തമ്മിലൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. അത് ജ്വലിപ്പിക്കുക, അത് കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അത് കർത്താവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇപ്പൊ പറഞ്ഞ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു, അടയാളങ്ങൾ ഉൾപ്പെടെ കാണുന്നു, ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇതൊക്കെയും സിസ്റ്ററുടെ സ്പിരിറ്റിൽ ദൈവം അത് തുറന്നതിന്റെ തെളിവാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഈ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്ററെ ഇനി അത് ആഴത്തിൽ ശ്രദ്ധിച്ചോണം. സിസ്റ്ററോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് ബന്ധപ്പെടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഇതയത്തിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതെ ശ്രദ്ധിച്ചോണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. അതിൽ ഏതെങ്കിലും കണക്ട് ആകുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്തോണം. സിസ്റ്റർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കർത്താവ് ഇടപെടുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട അനേകരുടെ കർത്താവ് സംസാരിക്കുവാനും ഇടപെടുവാനും ആഗ്രഹിക്കുന്ന തെളിവാണത്. അതായത് പ്രവചനാത്മാവ് പ്രവർത്തിക്കുന്നതിന് തെളിവാണത്. ജസ്റ്റ് പ്രാർത്ഥിച്ചോണം, കർത്താവ് കൂടുതൽ ജ്വലിപ്പിക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ എന്തോ? എനിക്കൊരു സാക്ഷ്യം പറയാൻ.
പറഞ്ഞു ഞാൻ സിസ്റ്റർ. ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു ഒരാളെ പറഞ്ഞോട്ടെ. എന്റെ മോനാണെങ്കിലേ ഇന്ന് സ്കൂളിൽ പോയിട്ട് ഉച്ചയായപ്പോഴത്തേന് സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു. അവന് സുഖമില്ല എന്നും പറഞ്ഞോണ്ടേ അവന് ഒരു കണ്ണീന്ന് മാത്രം ഇങ്ങനെ വെള്ളം എടുക്കുക, പനിയുടെ ഒരു ലക്ഷണം പോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാന് അവന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അവന് ഉത്സാഹത്തോടെ നടക്കുകയും ആഹാരം കഴിക്കുകയും ആ കണ്ണീന്നുള്ള വെള്ളം എടുത്ത് നിൽക്കുകയും ചെയ്തു. അതൊരു സാക്ഷിയായിട്ട് പറയാൻ വേണ്ടിയായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും ഇതേപോലെ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് മെഡിക്കൽ മാറണം. ഞാൻ മെഡിക്കലിനെ കുറ്റം പറയല്ല, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രോഗം വരുന്നു, മരുന്നിലേക്ക് നമ്മൾ പോകുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വിമർശിക്കുവല്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം, പ്രാർത്ഥിച്ച് പഠിക്കണം. പറഞ്ഞതുപോലെ തന്നെ മോൻ ആ കണ്ണിന് വെള്ളം വന്നു, ശാരീരികമായിട്ട് ക്ഷീണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രിയ സൗകര്യം എന്ത് ചെയ്തു, കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം നോക്കിയപ്പോൾ ആ ബുദ്ധിമുട്ട് തന്നു, അവൻ ആക്റ്റീവായി. അപ്പൊ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു തന്നെ, ഉടനെ ആശുപത്രി പോകുന്നു, മരുന്ന് കൊടുക്കുന്നു, പിന്നെ കുറച്ച് ദിവസത്തേക്ക് അത് ആന്റിബയോട്ടിക് രോഗത്തിലേക്ക് അങ്ങ് മാറുന്നു, പിന്നെ നോർമൽ ആകുന്നു. ആദ്യം നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ ഓപ്ഷൻ സെക്കൻഡ് ആയിട്ട് മാറണം. അപ്പൊ നിങ്ങൾ എനിക്ക് ബ്രദറെ പാരസെറ്റമോൾ ഒന്ന് കഴിക്കേണ്ടത് പാരസെറ്റമോൾ കൊണ്ട് മാറ്റുന്നത് നല്ലതല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എനിക്കൊരു വേദന വന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ക്രിസ്തുവും വചനവും പ്രാർത്ഥനയാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇതൊന്നും കിട്ടാത്തൊരു സ്ഥലത്ത് നിങ്ങൾ പെട്ടുപോവുക എന്നുള്ള ആശയമല്ല. കോവിഡ് വന്നപ്പം ഒരു പാരസെറ്റമോൾ പോയിട്ട് ഒരു ആന്റിബയോട്ടിക് പോലും കിട്ടണമെങ്കിൽ എന്നാ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ? അങ്ങനെ ഒരു കാലം നമ്മൾ ഫേസ് ചെയ്തത് നമ്മൾ. ഇനിയും അങ്ങനെയുള്ള കാലങ്ങൾ വരും. നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറെ എല്ലാ കാലവും ഒരേപോലെ. ഇനി വരും, യുദ്ധങ്ങൾ വരും, പല പ്രശ്നങ്ങൾ ലോകത്തിൽ വരും. പേടിക്കരുത് കേട്ടോ. അന്ന് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വിശ്വാസം വേണം. ഇന്നേ പ്രാക്ടീസ് ചെയ്തോ, അല്ലെങ്കിൽ അന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, പെട്ടുപോകും. നിങ്ങൾ പാനിക്കാവും. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യുക, ഈ സമയത്ത് എക്സസൈസ് ചെയ്യുക, അങ്ങനെ ലൈഫ് സ്റ്റൈലിലേക്ക് വരിക, മിറക്കിൾസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവുമായി, വചനവുമായി, പ്രാർത്ഥനയുമായി നമുക്കൊരു കണക്ഷൻ വന്നിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. വയനാട്ടില് ജനങ്ങൾ മുഴുവനും സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ജില്ല, ഇന്നത് ഒരു ജില്ലയിൽ മാത്രമാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ മിസ്റ്റർ പറഞ്ഞ ഞാൻ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥന. ആദ്യം പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ സെക്കൻഡിലോട്ട് ഞാനിത് പോകാൻ കാരണം, പിന്നെ ഇത് സെക്കൻഡ് മാറി മാറി പോകും. പിന്നെ ഇത് ഫുൾ പ്രയോറിറ്റിയിലേക്ക് വരും. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പ്രാക്ടീസ് ചെയ്ത് അതിൽ മുഴുവനായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ ഇതിലോട്ടൊക്കെ അത് വരുന്നുണ്ട്. ഈ നിയമമായിട്ട് ബന്ധപ്പെട്ട ആ ലൈഫ് സ്റ്റൈൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിരുന്നാണ്. പക്ഷേ ഈ സാക്ഷ്യം കേട്ടപ്പോൾ അത് പറയുവാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴേ നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്യണം. ഗ്രൗണ്ട് ഞാൻ ഓർപ്പിച്ചത്, ഇപ്പോഴേ എക്സസൈസ് ചെയ്യണം. ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ തടസ്സങ്ങളൊക്കെ മാറി കിട്ടാൻ ഒരു വചനം പറഞ്ഞു തരുമോ പ്രാർത്ഥിക്കാൻ പാമ്പുകളെയും വേണ്ടിയായിരുന്നു. തേളുകളെയും ശത്രുവിന്റെ സകല വൃത്തം ചവിട്ട ആ വാക്യം മാത്രം പറഞ്ഞാൽ മതി, എല്ലാ തടസ്സവും മാറിയിരിക്കും കേട്ടോ. ആമേൻ. ഓക്കെ ഓക്കെ ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു ഹലോ, പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് കയറിയത്. പറഞ്ഞു എന്റെ സിസ്റ്റർ. പേര് ലാലമ്മ. ഞാൻ മോടെ കൂടി ഇവിടെ വന്ന് നിൽക്കുവായി കുറച്ച് നാളത്തേക്ക്. അപ്പൊ ഞാൻ അവരുടെ ആ ആത്മീയ ജീവിതം ഞാൻ കണ്ടതിടത്തോളം അങ്ങ് പോകുവാണ്. ആത്മീയ ജീവിതം കുറയുന്നു. ആ പഴയ കാലത്ത് എന്റെ കൂടെ നിന്ന പോലെ അല്ലിപ്പം. അപ്പൊ അതിനകത്ത് ഞാൻ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തില് ഇന്ന് വചനത്തിൽ കൂടെ പറഞ്ഞ പോലെ ധൈര്യത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ദൈവം ഇത് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകാനാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രാർത്ഥിച്ചത്. ദിവസങ്ങളിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുവാൻ കർത്താവിന്റെ കൃപയാൽ സൗകര്യനെ കർത്താവ് ഇടയാക്കിയെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഉറപ്പിച്ചോ, ഈ കേൾക്കുന്ന വചനം ആളെ നോക്കണ്ട, കേൾക്കുന്ന വചനം നമ്മുടെ കുടുംബത്തെ ചേഞ്ച് ചെയ്യുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ബലപ്പെട്ടോണം. അവര് ആത്മീയമായിട്ട് വളരും, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും, പണ്ടത്തേതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവത്താൽ നടത്തപ്പെടും കേട്ടോ. ഒരുമിച്ച് പറഞ്ഞോണം, വീട്ടിൽ ഇരുന്ന് പറഞ്ഞോണം, ഞാനും എന്റെ കുടുംബം ഞാൻ ദൈവത്തെ സേവിക്കും, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും, നമ്മൾ പറഞ്ഞോണം, അത് അങ്ങനെ സംഭവിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവായിട്ടിരിക്കട്ടെ. പറഞ്ഞു. വൺ മോർ തിങ് എനിക്ക് ഇപ്പോ ഗോയിങ് ടു ബി നെക്സ്റ്റ് ഇയർ 70 ആവും. അപ്പൊ വീട്ടിലെ ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. അപ്പം ഒരു വസ്തുവിന് പിന്നെ വഴി കുറവാന്നും പറഞ്ഞു. പിന്നെ ഉള്ള വഴി ഒരു 6 സെന്റ് ഉള്ളത്, ഉള്ള വഴി പോയി. അത് ഈ റോഡ് പണിക്കാർ വന്ന് കലിങ്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, അപ്പൊ അത് അങ്ങനെ കിടക്കുന്നു.
പിന്നെ അതുപോലെ എനിക്കറിയാം ഞങ്ങളുടെ കുറവുകളുണ്ടെന്ന്. ഒരിക്കലും ഒരു വീട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം വന്നൊരു വീട് വെച്ച് ഒരിക്കലും അത് കംപ്ലീറ്റ് ആകാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ ദൈവം ഒരു ദോഷവും ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ ലെവലിലാക്കി. പക്ഷെ അവരുടെ ആത്മീയത, അതുപോലെ വീട്ടില് എന്ത് ചെയ്താലും ഒരു പൂർത്തീകരണം ഇല്ലാതാകുക, ഒരു സമാധാനക്കുറവ്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും. സിസ്റ്റർ ജോർജ് എന്നുള്ള പേര് കുറിച്ച് വെച്ചോളം. ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയും നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോർജിനെ കർത്താവ് ഉപയോഗിക്കും. ഈ പേര് കുറിച്ച് വെച്ചോളം. ആ വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ഒരു വാതിലിനെ ദൈവം തുറക്കും. ആ പേര് നോട്ട് ചെയ്തോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ ഒരാഴ്ച മുമ്പ് വീണു. എനിക്ക് കൈപ്പല അടിച്ചു വീണ കാരണം എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ഞാൻ ഈ വീട്ടിൽ ഞാൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. അപ്പൊ അവര് പറഞ്ഞ് ആസ്പത്രി പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച് ആസ്പത്രി പോയി വന്നിട്ട് എനിക്ക് ഗുളിക കഴിച്ചിട്ടൊന്നും കുറവുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ബ്രദറിന്റെ വചനം വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയെ കാരണമുണ്ട്. ഇന്നിപ്പോ ഈ സമയം എനിക്ക് കർത്താവിനെ തൊട്ടു. എനിക്ക് സൗഖ്യമായി. എല്ലാ വേദനകളും എന്നിൽ നിന്ന് നീക്കം ചെയ്തു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കൈക്ക് ബുദ്ധിമുട്ടായിരുന്നു, കൈക്ക് വേദനയായിരുന്നു, ഹോസ്പിറ്റലിൽ കാണിച്ചു, കുറവില്ലായിരുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥന, അവസാനത്തെ പ്രാർത്ഥനയിൽ കർത്താവ് ആ വേദന എടുത്തു മാറ്റി, കർത്താവ് സൗഖ്യമാക്കി. നന്ദി യേശുവെ, അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു പാസ്റ്റർ, എനിക്കൊരു കാര്യം പറയാണ്ട്. പറഞ്ഞു വേഗത്തിൽ. പാസ്റ്റർ, എന്റെ ചേച്ചി ഇതിലോട്ട് വരാനായിട്ട് നോക്കിയിട്ട് ചേച്ചിക്ക് കയറാൻ പറ്റുന്നില്ല. ചേച്ചിയുടെ മോൻ +2 പഠിക്കുകയാണ്. ഞാൻ സ്കൂളിലൊക്കെ ക്ലിയർ അല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ പാസ്റ്റർ, ഞാനൊരു ജോലിക്ക് ഉറപ്പില്ല. ഞാനൊരു ജോലിക്ക് കൂടെ എനിക്ക് വേണ്ടി എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്റർ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് ഇന്ന് രണ്ടുപേരുടെ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി നടന്നു കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ചല്ലോ. അത് കേട്ടപ്പോൾ തന്നെ ആ പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞു. ചേച്ചിയോട് പറയണം, ധൈര്യമായിട്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ നമ്മൾ ഒരുമിച്ച് കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞോണം. കാരണം നമ്മൾ കേട്ട വചനത്തിന്റെ ശക്തി ആ സഹോദരന്റെ മേലും കുടുംബത്തിന്റെ മേലും ഇന്ന് കർത്താവ് വലിയൊരു അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും കേട്ടോ. അത്ഭുതമായിട്ടിരുന്നോണം. കേൾക്കുന്നുണ്ടോ സൗരി? ആ സൗരി കേട്ടോണം. അത്ഭുതമായിരുന്നോണം. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തിയെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. പാസ്റ്റർ നേരത്തെ ഒരു മെസ്സേജിൽ ഇങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്. അപ്പൊ എനിക്കത് വളരെ ഒത്തിരി എന്റെ അനുഭവത്തിൽ വന്ന ഒരു വിഷയം. പക്ഷെ ആരും ഇത് പറയുന്നില്ല. പാസ്റ്ററാണ് ആദ്യമായിട്ട് ഇതിങ്ങനെ പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ വളരെ തകർന്ന് നിൽക്കുമ്പോൾ വേദോസം വായിക്കുമ്പോൾ ഒരു വചനം കിട്ടി. എന്തോ എനിക്കത് ഇഷ്ടപ്പെടില്ല. ദൈവമേ, ഇതാണോ എന്നോട് ഇപ്പം പറയുന്നതെന്ന് വെച്ച് ഞാൻ ബൈബിൾ അടച്ചിട്ട് വേറൊരു ബൈബിള് തുറന്നു. വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ആ സെയിം വേഴ്സ് ആ ബൈബിളിലും കിട്ടി. ഞാൻ ഓർത്തിന്റെ ദൈവമേ, എന്താണ് ഇത്? കാരണം അന്ന് പാസ്റ്റർ പറഞ്ഞ നമ്മളെ അങ്ങ് ആശ്വസിപ്പിക്കുകയല്ല, നല്ല സ്വീറ്റ് വേർഡ്സ് അല്ല പറയുന്നത്, ഒരു ഡയറക്റ്റ് കമാൻഡ് ആണ് അവിടെ തരുന്നത്. അപ്പൊ ഇനി അത് വളരെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അനുഭവം മറ്റു പലർക്കും വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. പാസ്റ്ററിന്റെ ആത്മീക ജീവിതത്തിന്റെ എനിക്ക് പല അനുഭവങ്ങൾ ഇതുപോലത്തെ ഉണ്ട്. അപ്പം ആരെങ്കിലും മറ്റൊരാൾ അതിനെപ്പറ്റി പറയുന്ന കേൾക്കുമ്പം ഒരു സന്തോഷം. ഓക്കെ, ഐ എം നോട്ട് അലോൺ എന്നുള്ള കേൾക്കുന്നത്. മക്കൾക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ചെയ്യും. ഇങ്ങനെയുള്ള സിസ്റ്റർക്ക് ആ വാക്യങ്ങൾ ഒരേപോലെ കിട്ടിയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ദൈവത്തെ അല്ല, നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ അങ്ങനെയുള്ള സമയത്ത് ഇരിക്കുക. അതേപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നൊരു വചനത്തിലൂടെ സംസാരിച്ചതുപോലെ നാളെ ചെവി വന്ന്
ഓഡിയബിൾ ആയിട്ട് കേൾക്കാൻ പറ്റും, നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റും. ഈ ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു മൈൻഡ് വരും. അതുകൊണ്ട് ഇതൊന്നും ചെറുതല്ല, ഇതൊക്കെ തുടക്കമാണ്. വചനത്തിലൂടെ ഇടപെടുന്നതൊക്കെ തുടക്കമാണ്. കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കും. ഇനി കർത്താവിന്റെ തലമുറകൾക്ക് വേണ്ടി ഇടപെടണം, എന്നോട് വചനത്തിലൂടെ സംസാരിക്കണം. ആ വചനം മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ പ്രാർത്ഥിക്കണം. കർത്താവ് പല വചനത്തിലൂടെ വെളിപ്പെടുത്തി നമുക്ക് ചിലപ്പോൾ വചനം വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ കൂടുതൽ പിന്നെയും പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടുവരണം. നമുക്ക് മനസ്സിലാകുന്നത് പോലെ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു അതെ സേ. അതെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാണെങ്കിലും പാസ്റ്റർ, ഒരു കാര്യം, ഈ ചെവിയിൽ പറയുന്നത് എനിക്ക് ഇതുപോലെ പറ്റിയിട്ടോ. ഞാൻ ഈ കവണന്റ് നെയിംസ് ഓഫ് ഗോഡ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഒരു പേര് അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ ചെവിയിൽ ഇങ്ങനെ ഞാൻ വിട്ടുപോയ പേര് ഇങ്ങനെ പറഞ്ഞു. അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു വിസ്പറായിട്ട് ഹോളി സ്പിരിറ്റ് നമ്മളോട് സംസാരിക്കുന്ന ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാനങ്ങ് ജസ്റ്റ് ഷെയർ ചെയ്യും അങ്ങനെ ഒരു അനുഭവം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് സിസ്റ്റർ, അത് വർദ്ധിക്കും. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ അത് വർദ്ധിക്കും, ജ്വലിക്കും. വർദ്ധിക്കാതിനേക്കാൾ ഒരു ജ്വലിക്കും അത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. വലിയൊരു എൻകൗണ്ടറിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ധൈര്യത്തോടെ ഇരുന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് അങ്ങനെ ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ, ഞാൻ സുമയാണേ. ഞാൻ ഒരിക്കല് പാസ്റ്ററുടെ ഇവിടെ വചനത്തിൽ കൂടെ സംസാരിച്ചപ്പം സുമയുടെ വീട്ടിൽ വിശാലത വരുത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിഷയം പറഞ്ഞ് നമ്മളന്ന് എഗ്രിമെന്റ് ഞാൻ ഏറ്റെടുത്ത വചനമാണ്. ആമേൻ പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു. എനിക്ക് എന്റേതായ ഒരു പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. പ്ലീസ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. ഞാൻ വിശ്വാസത്തിൽ 2011 ഞാൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ഹസ്ബൻഡിന്റെ മുമ്പിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അന്ന് ആഗ്രഹമായിരുന്നു. അവരത് കഴിഞ്ഞ് വചനം പഠിക്കാനൊക്കെ ദൈവം ഒരു സാഹചര്യം കൊടുത്തു. അവർ വചനത്തിൽ അടുത്തു, വചനം അറിഞ്ഞു, രക്ഷ അറിഞ്ഞു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്നാനപ്പെടാൻ ഒരുങ്ങി വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ, എൻ്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായിട്ട് ഒരു കാര്യവും സംഭവിക്കാതെ ഞാൻ വല്ലാത്തൊരു മാനസികമായിട്ടൊരു തകർന്ന അവസ്ഥയിലാണ്. പലപ്പോഴും ഞാൻ തനിച്ചുള്ളതുകൊണ്ട് എനിക്ക് വിഷമമാണ്. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. അവള് വേറൊരു സ്ഥലത്താ, ഞങ്ങളിപ്പോൾ യുഎസിലാണ്. എൻ്റെ കൊച്ചുമോളുടെ വിവാഹം ഏതാണ്ട് അടുത്ത് വന്നതാ. പക്ഷെ എന്തോ ഭയങ്കര ഒരു തടസ്സം പോലെ നടക്കാതെ സംഭവിക്കാതെ ഇപ്പം എൻഗേജ്മെന്റ് വരെ, മോതിരം വരെ ഇട്ടതാണ്. അവര് കാത്തലിക്കിലേക്കാണ് അവർ നോക്കിയത്. കാരണം എനിക്കിതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പം അവൾക്ക് 28 വയസ്സായി. അപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് കറക്റ്റായിട്ട് പോവാതെ എന്തോ ഒരു തടസ്സം വന്ന പോലെ ഇങ്ങനെ കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കുക. ഞാൻ വളരെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിഷയത്തിന്മേൽ. കുടുംബത്തിന്റെ രക്ഷ, കുഞ്ഞുങ്ങളുടെ വിവാഹം, അതുപോലെ രക്ഷയിൽ ഇത്ര അടുത്തൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ദൈവത്തിന് അകന്നു പോയ സാഹചര്യങ്ങളായിക്കുക. കാരണം എല്ലാം പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. പക്ഷേ ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ വളരെ തകർച്ചയിലാണ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനോവിഷമാണ്. ഈ ഒരു വിഷയം ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കും. തീർച്ചയായും കർത്താവ് അത് ചെയ്യും. ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വിതയ്ക്കുകയാണ്. കൃഷിക്കാരൻ വയലിൽ വിതയ്ക്കുന്നത് പോലെ വിതച്ചുകൊണ്ടിരിക്കുക. വയലിൽ വിതയ്ക്കുന്ന കൃഷിക്കാരൻ ഒരിക്കലും നിരാശ വരാൻ പാടില്ല. കാരണം അവൻ വിതച്ച വ്യക്തിയാണ്. വിതച്ച വ്യക്തിയുടെ മനസ്സിൽ മൊത്തം കൊയ്ത്താണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം വിതയ്ക്കുമ്പോൾ ഒരു കൃഷിക്കാരനെ പോലെ നമ്മുടെ മനസ്സൊരുക്കണം, കണ്ടുകൊണ്ട് വേണം. ഒരു കൃഷിക്കാരന്റെ മനസ്സ് എപ്പോഴും അവൻ നോട്ടം മുഴുവനും കൊയ്ത്തിനെ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ കൊയ്യാൻ പോവാണ് എന്നുള്ള പ്രഭാവത്തിൽ വിതച്ചോണം. കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി 100 മേനി കുടുംബത്തിന്റെ സാക്ഷ്യമായിട്ട് മാറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ വേഗത്തിൽ ഒന്ന് പറയാമോ? ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വേണ്ടി പോണ്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനമായിട്ട് പറയാൻ വേണ്ടി പോകണം. ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി ഭാരത്തിലായിരുന്നു. ബ്രദറിന് അറിയാൻ കാര്യങ്ങൾ കുറച്ച്. അപ്പൊ മകനും മരുമകളും പിള്ളേരും പോയി. അപ്പൊ ഇനി അടുത്തത് എനിക്കൊരു ജോലിയായിരുന്നു. അപ്പൊ ഞാൻ വചനം പറയാൻ തുടങ്ങി. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന്. ഇന്ന് ഞാനൊരു ഇന്റർവ്യൂക്ക് പോയി. തിങ്കളാഴ്ച ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. കർത്താവ് അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. സാലറി ഇത്തിരി കുറവാണ്, എന്നാലും കർത്താവ് എന്നെ മാനിച്ചു. ദൈവത്തിന് 1000 നന്ദി. ആമേൻ. ദൈവത്തിന് തീർച്ചയായിട്ടും
കർത്താവ് ഇനിയും അനുഗ്രഹിച്ചിട്ട് അത് ചെറുതായിട്ട് കാണരുത്. പ്രാർത്ഥിച്ചോണം, ഈ ചെറിയ ജോലിയിൽ നിന്നും ഞാൻ വർദ്ധിച്ചു പെരുകും, ഇവിടെ ഞാൻ വളരും എന്ന് തന്നെ പറഞ്ഞോണം. ഞാൻ യേശുവിന്റെ സാക്ഷിയാകും, അവർക്കൊരു അനുഗ്രഹമാകും, അവർ ആ ജോലിയിൽ ഞാൻ വർദ്ധിക്കുമെന്ന് തന്നെ പറഞ്ഞോണം. കർത്താവ് തുറന്നതാണ്, ധൈര്യത്തോടെ ഇരുന്നോണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വരും ദിവസങ്ങളിൽ നമുക്ക് തുറമാനമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥന അവസാനിക്കുകയാണ്. കൂട്ടായ്മ തീർന്നിട്ടില്ല, കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും. അതുകൊണ്ട് നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം. സാക്ഷ്യമുള്ളവരൊന്നും പറയാതിരിക്കരുതും. ഒരു സാക്ഷ്യവും ചെറുതല്ല. ഞാൻ നിങ്ങളുടെ ഒരു സാക്ഷ്യം പോലും ചെറുതായിട്ട് കാണുന്നില്ല. വലിയ സാക്ഷ്യമൊന്നും ചെറിയ സാക്ഷ്യമൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് തരുന്ന ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ സ്പർശനമാണ്. അത് നിങ്ങൾ എന്നോട് പറയുന്നത് പോലെ തന്നെ അങ്ങയോട് പറയണം. കർത്താവ് നമ്മളെ ഉയർത്തട്ടെ. നമുക്ക് ഒരുമിച്ച് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സ്വർഗീയ നല്ല പിതാവേ, ലൈവിൽ കാണുന്നവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സൂമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസുകളെ നിങ്ങൾ അറിയിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. രോഗസൗഖ്യങ്ങൾ ഉണ്ടാവും, അത്ഭുതങ്ങൾ ഉണ്ടാവും. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ തന്നെ പങ്കുചേരുന്ന രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ സൗഖ്യം നടന്നിരിക്കും. പറഞ്ഞോണം, യേശു എന്നെ തൊട്ടു കഴിഞ്ഞിരിക്കും. ഈ ദിവസങ്ങളിൽ സർജറികൾ പോകുന്നവർ പറയണം, സർജറി കൂടാതെ തന്നെ ഞാൻ നടക്കും, സർജറി കൂടാതെ തന്നെ എന്റെ യേശു എന്നെ തൊട്ടിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിച്ചോണം, ഇല്ല, ഈ സർജറി കൂടാതെ ഈ അവസാന സമയത്ത് ഞാൻ അത്ഭുതം കാണും. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഈ ദിവസങ്ങളിൽ വലിയ ഫിനാൻഷ്യൽ ഡോറുകൾ തുറന്നതിന് നന്ദി. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈവിൽ കാണുന്നവരൊക്കെയും ബ്ലസ് ചെയ്യുന്നപ്പ അനുഗ്രഹിക്കുന്ന കർത്താവ് വിശാലമായതും നല്ലതുമായ മനോഹരമായ വാതിലുകളെ സ്വർഗം അവർ മുമ്പിൽ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നപ്പ യേശുവെ ആരാധന, യേശുവെ ആരാധന.